ലാഭമായി നോക്കിയതാണ്. 7 ദിവസം കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ 100 102. പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ? പിന്നെ ഗുളിക ഇങ്ങനെ കുറച്ച് അവസാനം എല്ലാ ഗുളികയും നിർത്തിപ്പോൾ ഒരു 5 മാസമായിട്ട് ഒരു ഗുളിക കഴിക്കുന്നില്ല. എൻ്റെ ഷുഗർ ഇപ്പോഴും ഒരു 100 120 130 ഈ റേഞ്ചിലാണ്. ഒരു ഗുളികയില്ലെന്ന് പറഞ്ഞ വിശ്വാസമില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത് നാട്ടുകാരോട് പറയണമല്ലോ. ഞാൻ ഒറ്റക്ക് ഇങ്ങനെ എളിഞ്ഞു നടക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിൻ്റെ ഈ ഇൻസുലിൻ കുത്തുന്നതിലും ഗുളിക കുത്തുന്നതിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുടെ നാട്ടിലത് പറഞ്ഞിട്ട് ഏഷ്യനുമില്ല. അതതിൻ്റെ രസം. നാട്ടിലൊരു മൂരിറച്ചിന്നാല് ഡയബറ്റീസ് മാറുന്ന ആരെ വിശ്വസിക്കാം? പിന്നെ അധികം പറയാൻ പോയില്ലേ, മാനക്കേടാണല്ലോ. പിന്നെ ഞാൻ വെറുതെ ഒരു യൂട്യൂബിലൊരു വീഡിയോ വെറുതെ വീട്ടിലിരുന്നാൽ ചെയ്തു. ഇന്നിപ്പോൾ 30,000 ആൾക്കാരെ കണ്ടു. ഈ പറഞ്ഞ കാര്യങ്ങൾ, ജേസഫൊക്കെ പറഞ്ഞ കാര്യങ്ങളും അതിന് ശേഷം ഞാൻ കുറേ പലരുടെയും ലേഖനങ്ങളും മറ്റൊക്കെ വായിച്ച് ഇതിങ്ങളൊക്കെ ഇട്ട് വിവരം വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തു. അപ്പോൾ പലരും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ചെറിയ ഗ്രൂപ്പ്. ആൾക്കുള്ള അതിനകത്താകെ ഇമ്പോളാളൊക്കെ നമ്മളെ ഇസ്മായിൽ വാഫ് ഒരു ദിവസം വിളിച്ചിട്ട് നിങ്ങളെ ബുക്ക് ചെയ്യാൻ മതി. അതിൻ്റെ ഇടയിൽ ഒരു ബുക്ക് ഉണ്ടാക്കി അത് പബ്ലിഷ്. അതാണ് എൻ്റെ 2nd എഡിഷൻ്റെ ആണ് നോക്കിയിട്ട്. അത് വായിച്ച് ഭയങ്കര ഇതുണ്ട്, ഇഫക്റ്റ് ഉണ്ട്. നമുക്ക് അതിന് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. നമുക്കൊരു ഗ്രൂപ്പിൻ്റെ ആളാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു 35 ഗ്രൂപ്പ് തന്നെയാണ്. അതിലൊരു ഗ്രൂപ്പ് ഇതും ഡയബറ്റീസ്. ഒരാൾക്കാരൊക്കെ അതിൽ കൂടി 250 ആകെ 3 ദിവസം മതി. പിന്നെ അടുത്ത ഗ്രൂപ്പ് 14 ഗ്രൂപ്പ്. ഇതിങ്ങനെ പോയാൽ എനിക്ക് ഇതിന് നേരം ഉണ്ടാവുള്ളൂ. എന്നിട്ട് നേരം കിട്ടണില്ല. അവസാനം ഇതൊക്കെ പാടെ കൂട്ടിയാണ്ട് ഒറ്റ ഗ്രൂപ്പാക്കി ടെലിഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ ഏകദേശം 5000 ആൾക്കാരാണ്. അതൊക്കെ ഈ ചരിത്രമൊക്കെ പലർക്കും അറിയാം. എന്തായാലും ഈ സംഗതി ഇപ്പം നല്ല സ്പ്രെഡ് ആയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് പ്രമേയം മാറിയിട്ടുണ്ട്. ഇൻസുലിന് 2-3 നേരം കുത്തുന്നവരൊക്കെ നിർത്തിവെച്ച് ഗുളിക മിക്കവാറും ആൾക്കാരൊക്കെ ഒഴിവാക്കി. ഈ സംഗതിയൊക്കെ ഇപ്പം എനിക്ക് നടന്നാൽ പിന്നെ നിങ്ങൾക്ക് നടക്കുമല്ലോ. ഇത് ഈ ഇരിക്കുന്ന എല്ലാവർക്കും ആർക്കൊക്കെ അസുഖം തോക്കൊക്കെ നടക്കും. ആരും തുടങ്ങിയിട്ടില്ലെങ്കിൽ നാളെ മുതൽ തുടങ്ങിക്കോളൂ. ഈ ഗ്യാരണ്ടി ഉള്ള സംഗതിയാണ്. കാരണം നിങ്ങളെ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടുന്നാണുള്ള പ്രമേയം നല്ലത്. ഗ്ലൂക്കോസ് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ പിന്നെ എവിടെ നിന്ന് കിട്ടും? പുറത്തുനിന്ന് വരില്ലല്ലോ. ഗ്ലൂക്കോസ് കഴിച്ചില്ലെങ്കിൽ ഗ്ലൂക്കോസ് പറയും. സിമ്പിൾ ഇക്വേഷനാണ്. അതിനകത്തൊരു പ്രശ്നം. പിന്നെ എന്താ ഡോക്ടർമാരത് പറയാത്തെന്ന് ചോദിക്കും. എനിക്കറിയില്ല. അവരോട് തന്നെ ചോദിക്കുന്നത്. പല ഡോക്ടർമാരോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറയും അത് തൽക്കാലം അങ്ങനെ കുറയും. ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവും. അതാണ് നമുക്ക് വേറെ പരിഹാരം ഉണ്ടാക്കുക. തൽക്കാലം അത് കുറയട്ടെ. ഇൻസുലിൻ കുത്തിനൊക്കെ നിർത്താൻ, കരൾ പോകുന്നു, കിഡ്നി പോകണമൊക്കെ അവസ്ഥ നിർത്താൻ കഴിഞ്ഞാൽ തൽക്കാലം നമുക്ക് ചെയ്യല്ലോ. അപ്പൊ അതാണ് ഇതിന്റെ ചുരുക്കം. ഞാൻ പറഞ്ഞു കണ്ടെന്ന് വെച്ചാല് ഈ രോഗം നമ്മൾ ഉണ്ടാക്കിയെടുത്ത രോഗമാണ്. നമ്മൾ ഉണ്ടാക്കിയെടുത്തെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മളെ അതിലേക്ക് എത്തിച്ചതാണ് നിലവിലുള്ള ഡയറ്ററി ഗൈഡ്ലൈൻസ് അല്ലെങ്കിൽ ഭക്ഷണ സംബന്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മളെ ആ രോഗത്തിലേക്ക് എത്തിച്ചാണ്. അതിന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഇത് ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഒരു കഴിഞ്ഞ 30-40 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടില് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആരോഗ്യ പരിപാലന രംഗത്തുള്ള വളർച്ച, നമ്മളെന്താ പറയല്, പ്രത്യേകിച്ച് കേരളത്തിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ആരോഗ്യ രംഗത്ത് നമ്മൾ വമ്പിച്ച കുതിച്ചുചാട്ടം നടത്തിയെന്ന് പറയുന്നത്. അതിന് തെളിവായിട്ട് എന്താ പറയല്, നാട്ടിൽ മുഴുവൻ വളവിലെ ആശുപത്രി, വലിയ വലിയ ആശുപത്രികൾ, വലിയ ഹൈ ലെവൽ ആശുപത്രികൾ, ഹൈടെക് ആശുപത്രികൾ, മൾട്ടി എന്തെങ്കിലും പറയുക സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾ, അതേമാതിരി MBBS ഇഷ്ടം പോലെ എല്ലാവർക്കും മെഡിക്കൽ കോളേജ് 75 ലക്ഷം കോടി കൊടുത്ത സീറ്റ് ഡെയിലി ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മരുന്നുകളാണെങ്കിൽ എല്ലാവരും തുടങ്ങി. കുടിൽ വ്യവസായന്മാര് മരുന്ന് കമ്പനികൾ കൊണ്ട് നടന്നു. ചണ്ഡീഗഡ് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ വളവിൽ ഓരോ മരുന്ന് കമ്പനിയാണ്. നിങ്ങൾ കുറച്ച് പൈസ ഇട്ടിട്ട് പോയാൽ മതി, നിങ്ങളെ പേരിൽ അടിച്ചിട്ട് തരും. പാരസെറ്റമോളോ മറ്റേതോ എന്ത് വേണമെങ്കിൽ. അങ്ങനത്തെ ഒരു അത് ആകെ കിടന്ന് ഇറങ്ങിക്കാം. മരുന്ന്, ഡോക്ടർമാർ, ആശുപത്രികൾ. നമ്മള് ഹെൽത്ത് കെയർ സിസ്റ്റം വളരെയധികം അഡ്വാൻസ് ചെയ്തെന്നാണ് അതിന്റെ അർത്ഥം. എന്തോ ഒരു ധാരാളില്ല പറഞ്ഞാല്. ലക്ഷദ്വീപിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലക്ഷദ്വീപിൽ പോലീസ് സ്റ്റേഷനില്ലേ നേരത്തെ തുടങ്ങിയെന്നറിയില്ല. കാരണം എന്താ, അവിടെ ഒരു ക്രൈമും ഇല്ല, ഒരു കള്ളത്തരല്ല, വേറൊന്നുമില്ല, ഒരു കൃത്യങ്ങളും അവർ ചെയ്യുന്നില്ല. പിന്നെ പോലീസുകാർക്ക് എന്താ പണി? ഒരു നാട്ടിലെ ഹെൽത്ത് കെയർ സിസ്റ്റം പെർഫെക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്തായിരിക്കണം? ഡോക്ടർമാര് റിയൽ എസ്റ്റേറ്റ് പണിക്ക് പോകേണ്ടി, ബ്രോക്കർ പണിക്ക് പോകേണ്ടി.
ചികിത്സിക്കാൻ ആളില്ലാത്ത അവസ്ഥയിലാണ് ആ സിസ്റ്റം പെർഫെക്റ്റ് ആയത്. ആ സമയത്ത് ഡെയിലി ഇതിന്റെ എണ്ണം കൂടാണ്. ആശുപത്രികൾ കൂട്ടിയിട്ട് വല്ല എന്തെങ്കിലും പറയാ ഹോട്ടലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കി മാറ്റണം, അല്ലെങ്കിൽ മരുന്ന് കമ്പനികൾ കൂട്ടിയിട്ട് വേറെ വല്ല ഏർപ്പാടും തുടങ്ങണം. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നാട്ടിലെ പെർഫെക്റ്റ് ആവുന്ന സിസ്റ്റം. ആ സമയത്തൊക്കെ കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മോശമാണ്. നിങ്ങൾക്കറിയില്ലേ? മോശമാണ്. നമ്മള് രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. 10-40 കൊല്ലമായിട്ട് ഓരോരുത്തരും രോഗിയായിക്കൊണ്ടിരിക്കുകയാണ്. 10 വയസ്സായ കുട്ടി പ്രമേയ രോഗിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 45-50 വയസ്സ് വലിയ പൈസക്കാർക്കുണ്ട് അതിന് രോഗമാണ് പ്രമേയം. ഇന്ന് 10-ാം വയസ്സിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട് കുട്ടികൾക്ക്. നമ്മള് ആരോഗ്യസ്ഥിതി മോശമാണ്, വളരെയധികം മോശമാണ്. ഇനി മോശമാവും. കഴിഞ്ഞ 40 കൊല്ലം മുമ്പ് ശരാശരി ഒരു കേരളീയന്റെ ശരീരത്തിന്റെ ഭാരം 55-60 കിലോ ആയിരുന്നു. ഇന്നത് 70-75 കിലോ ആയി. ശരാശരി 20 കിലോ കൂടി. നല്ല ലക്ഷണമല്ലത്. ശരീരത്തിന്റെ ഭാരം കൂടാന്ന് നമ്മൾ രോഗിയാവുന്നതിന്റെ അർത്ഥം. ആ കാര്യത്തിൽ നമ്മളതിന്റെ സയൻസും കാര്യങ്ങളും പറയാം. ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാല്, നമ്മള് ആരോഗ്യം മോശമായിക്കൊണ്ടിരിക്കണം, നന്നായിക്കല്ല. ആശുപത്രികളുടെ എണ്ണം കൂടുന്നതോ ഡോക്ടർമാരുടെ എണ്ണം കൂടുന്നതോ മരുന്ന് കമ്പനികളുടെ എണ്ണം കൂടുന്നതോ ആരോഗ്യം നന്നായതിന്റെ ലക്ഷണമല്ല, മോശമായതിന്റെ ലക്ഷണമാണ്. ഡോക്ടർമാർ പണിയില്ലാതെ റോട്ടുമ്മ കൂടെ നടക്കണം, വേറെന്തെങ്കിലും ഏർപ്പാടായിട്ട്. അന്നാണ് നമ്മൾ രോഗമില്ലാതെയാണ്. ഒരു രോഗിനെ ചികിത്സിക്കാനെങ്കിൽ വേറെന്തെങ്കിലും ഡോക്ടർ. അപ്പൊ ആ ഒരവസ്ഥ ഉണ്ടാക്കാതെക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന ആരായിരിക്കും? അതിന്റെ ആവശ്യക്കാരന്നെ മരുന്ന് കമ്പനികൾ തന്നെ മെയിനായിട്ട്. അവരിങ്ങളെ രോഗികളായിട്ട് നിർത്തുകയാണ് കാലാകാലം. ആശുപത്രികൾ, പിന്നെ അതായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർമാർ, സജി ഡോക്ടറെ പറ്റി അല്ലട്ടോ പറയുന്നത്. ഒരുപാട് അങ്ങനത്തെ ഡോക്ടർമാർ ഒരുപാട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. പല ആവശ്യത്തിനും നമുക്ക് ഡോക്ടർമാരെ ആവശ്യമാണ്. ഒരു എമർജൻസിയിൽ അവരില്ലാതെ നമുക്ക് നടക്കില്ല. അതൊക്കെ ആ ഒരു ഭാഗം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സാധനം ബാക്കിയുണ്ട്. ഒരു കോർപ്പറേറ്റ് ലെവലിൽ ഒരു സംഖ്യകൾ ലോകത്ത് നടക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ള ആശുപത്രികളും മറ്റേ ഞാൻ കോഴിക്കോട് പുതിയൊരു ആശുപത്രിനെ പറ്റി പറഞ്ഞു. നമ്മളെ ഡോക്ടർ മുനീർ പറഞ്ഞതാണ്. അതിന്റെ മുറ്റത്തൊക്കെ ഒരു ഗ്യാസ് ട്രബിളായിട്ട് പോയല്ലേ ഓൻ പിടിച്ച് സ്റ്റെന്റ് കയറ്റിക്കളുണ്ട്. അവന്റെ സ്വന്തം ആശുപത്രിയാണ്. അപ്പൊ അവന്റെ എന്താ പറയാ ആ സാധനമില്ലേ കാറ്ററാപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കയറ്റില്ല നിവൃത്തിയില്ല. ഞങ്ങള് ഗ്യാസ് ട്രബിളായിട്ട് പോയാൽ മതി. അവൻ പറയാം അവിടെ 3 ബ്ലോക്ക് ഉണ്ട്, 80% ഉണ്ട്, 40% ഉണ്ട്. നമുക്കറിയാം ഇതിന്റെ പെർസെന്റും കാര്യം. കയറ്റ ഇതിനിതാ ഈ സ്റ്റെന്റിന് 50,000, ഇതിന് 5 ലക്ഷം, ഏതാ വേണ്ടി വെച്ചു. നമ്മളെ കടിയല്ലേ പേരും പറഞ്ഞ് വിറ്റിട്ടാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയി 5 തന്നെ മതിയൊരു ആൾക്കാർ. ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്യില്ല. ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. രോഗികളായിട്ട് നിർത്തുക എന്ന് പറഞ്ഞാല് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. അതിന്റെ ചെറിയൊരു ബ്രീഫ് ഹിസ്റ്ററിക്ക് പോയാൽ നമുക്കറിയാം. അതിന്റെ മുമ്പായിട്ട് വേറെ കാര്യം, ഇത് ഡോക്ടർമാരെയും മരുന്ന് കമ്പനിക്കാരും മാത്രം കുറ്റം പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല. നമ്മൾ ഓരോരുത്തർക്കും ഇത് ഉത്തരവാദിത്തമുണ്ട്. ഭക്ഷണം കഴിക്കുന്നിടത്ത് നമ്മളൊരു നിയന്ത്രണം വെക്കേണ്ടിരുന്നത് വെച്ചിട്ടില്ല. ഇപ്പൊ ഖുർആനിൽ ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതൽ ആൾക്കാരും എല്ലാവർക്കും ബാധകമാണ്. ഈ ഒരു ആയത്തെ ആരെങ്കിലും ശ്രദ്ധിച്ചു? സൂറത്ത് തോഹയിലെ 81-ാമത്തെ ആയത്താണ്. അധികം ഭക്ഷണം കഴിച്ചാൽ പഠിച്ചവന്റെ കോപം ഉണ്ടാവും. പഠിച്ചവന്റെ കോപം ഉണ്ടാവും. അവന്റെ കാര്യം പോക്കാം. അവന്റെ കാര്യം പോക്കാറിന് അവൻ രോഗിയാകാമെന്നാണ്. അല്ലാതെ അവനെ പിടിച്ച് നരകത്തിലിടുന്നല്ല ഇതിന്റെ അർത്ഥം. ഓൻ പ്രമേയ രോഗിയോ, അവന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, അവന് സ്ട്രോക്ക് ഉണ്ടാവും, അവന് ക്യാൻസർ ഉണ്ടാവും, അവന്റെ കിഡ്നി പോവും. ഇതൊക്കെ പറയുന്നതിന്റെ ചുരുക്കം. ഓൻ തൊലഞ്ഞതിന്റെ അർത്ഥം. ശരിക്കും സെപ്സിസ് എന്ന വാക്കുകൊണ്ട് അത് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ഡാമേജ് ആണ് ശരീരം. ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പോകും. പിന്നെ പുതിയ ഡോക്ടർമാര് ഏത് ആശുപത്രികൾ സെപ്സിസ് ആയിട്ട് പോയി നോക്കി. ഇത് രക്ഷയില്ല, പൊയ്ക്കൊള്ളിന്നല്ല പറയാം. നമുക്ക് ശ്രമിച്ചു ഒരു 10% ചാൻസ് ഉണ്ടെന്ന് നേരെ കൊണ്ട് വെന്റിലേറ്ററിലിടും. ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ കടത്തിട്ട് ജീവിക്കണോ മരിക്കണോ നമുക്കറിയാൻ പറ്റാത്ത അവസ്ഥ വെന്റിലേറ്ററിൽ. ഒരു 10 ലക്ഷം രൂപയുടെ ബില്ല് തന്നിട്ട് കൊണ്ടുപോയിക്കൊള്ളിഞ്ഞ രക്ഷയില്ലാന്ന് പറയും. ഇതും ബിസിനസ്സാണ്. ഈ ഒരു അവസ്ഥയ്ക്കാണ് ഇത്രയും അപകടം പിടിച്ചത്. ഇപ്പൊ അതിനേക്കാണ് വലിയ സംഗതി ഇപ്പൊ വേറെ പറഞ്ഞേക്കില്ല. ആള് മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ കിഡ്നിയൊക്കെ എടുത്തു പോകണം, ബ്രെയിൻ ഡെഡ് ആണെന്ന് പറഞ്ഞിട്ട്. അത് വേറെ ലോകം. മെഡിക്കൽ സയൻസിന് മൊത്തത്തിലെല്ലാം പറഞ്ഞു. ഞാൻ ഈ ഒരു പ്രവണതനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭക്ഷണം കൺട്രോൾ ചെയ്യാം. ഭക്ഷണം മിതമായിട്ട് കഴിക്കണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കാം, പ്രോട്ടീൻ കഴിക്കാം, ഫാറ്റ് കഴിക്കാം, എല്ലാം കഴിക്കാം. അതിനൊരു അളവ് പറഞ്ഞിട്ടുണ്ട്. ആ അളവിന്റെ അപ്പുറം പോകരുത്. അളവെടുത്ത് പറഞ്ഞു. ഇതാണ് ഈ മെഡിക്കൽ സയൻസിന്റെ തന്നെ വലിയൊരു ഗുരുവായിട്ട് അറിയപ്പെടുന്ന ആളെ ഹിപ്പോക്രാറ്റസ് ആണ്. ഇവർ പറഞ്ഞു
നിന്റെ ഭക്ഷണം തന്നെയാണ് നിന്റെ മരുന്ന്. വേറെ ഗുളികയൊന്നും കുടിക്കേണ്ട കാര്യമില്ല. ഭക്ഷണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ ഒരു രോഗം ഉണ്ടാവില്ല. പൂർണ്ണ ആരോഗ്യത്തിൽ ജീവിക്കുക തന്നെ കുറച്ച് തിന്നാൽ മതി അതിൻ്റെ ചുരുക്കം. അതേമാതിരി രോഗം ഉണ്ടാകുന്ന അവസ്ഥയിലാണ് വീണ്ടും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ രോഗത്തിനാണ് നമ്മൾ കൂട്ടുന്നത്. രോഗം സുഖമാകല്ലേ ചെയ്യുക, കൂടെ ചെയ്യാം. ഭക്ഷണം കഴിക്കാതെ വേണ്ടി രോഗം ഉണ്ടാകും. ഇത് മറ്റേ ആയുർവേദത്തിലൊക്കെ പറയുന്നത് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതിന് യോഗിയും, 2 നേരം കഴിച്ചാൽ ഭോഗിയായി, മൂന്നാമതും കഴിച്ചാൽ അവൻ രോഗിയാണ്. അതന്നെയാണ് ഇപ്പൊ നമ്മൾക്ക്. ഇപ്പം 3 അല്ല 6 9 എത്ര പ്രാവശ്യം ഒരാൾ ഭക്ഷണം കഴിക്കുന്നത്? കിട്ടുന്നിടത്തൊക്കെ ആടോളം മാറ്റാം. ഇല അവിടുന്നും കടിച്ച് ഇവിടുന്നും കടിച്ച് ഒരു രക്ഷയില്ല. രാവിലെ ചായ കട്ടൻ ചായ അടിച്ച് കഴിക്കും, ബിസ്ക്കറ്റ് കഴിഞ്ഞപ്പോഴത്തേന് വേറെ എന്തെങ്കിലും ദോശ ചട്ടി, പിന്നെ വൈകുന്ന 10 മണിയാകുമ്പോൾ എന്തെങ്കിലും വേണം, 12 അടിക്കുന്ന ടെണിക്കണം, ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ. ഇതന്നെ സ്ഥിതി. നിങ്ങളെല്ലാം ഉള്ളത് ഇന്നെ പറയണം. എന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഇതന്നെയാണ് പണി. വേറെ ഒരു പരിപാടിയില്ല. നേരം പോലത്തെ അഞ്ചോളം തിന്നെ കിട്ടിയൊക്കെ തിന്നു. അങ്ങനെ രോഗിയായി. ആരും പറയാനാ? ഈ അതിന്റെ അളവ് വെച്ച് മേബിയാ 2 പിടി. 2 പിടി പറഞ്ഞാൽ എത്ര ഉണ്ടാകുക? 2 പിടി പറഞ്ഞു ഒരാൾക്ക് അത്രയും മതിയാണ്. കൂടിയാകും 3 ഭാഗം. അതുമല്ല, വിശക്കുമ്പോഴേ തിന്നാൻ പാടുള്ളൂ, നേരാകുമ്പോൾ തിന്നാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ബ്രഞ്ച്, കഞ്ച് പറഞ്ഞിങ്ങനെ എണ്ണം പറഞ്ഞുകൊണ്ട് സമയം കണക്കാക്കിയാണ്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു കാര്യമില്ല. നല്ല വിശന്ന് പൊരിയുമ്പോൾ വിശപ്പ് അടങ്ങാൻ മാത്രമല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു രോഗം ഉണ്ടാവില്ല. ഒരു വൈദ്യരെ കഥ പറയുമല്ലോ, 2-3 മാസം മദീനെ ചുറ്റി കറങ്ങിയിട്ട് ഒരു കൂട്ടിനും കിട്ടാതെ മൂപ്പര് പോകുമ്പോൾ നെബിനോട് ചോദിച്ചു, എന്താ കഥ? ഒരു മനുഷ്യൻ കേൾക്കുന്നത് നെബി, ഞങ്ങൾ വിശക്കുമ്പോഴേ തിന്നുള്ളൂ, ഇവിടെ തിന്നുന്നത് കാര്യമില്ല, പോയിക്കോട്ടെ. ഒരു രക്ഷയുണ്ടാവില്ല. അതിന്റെ രോഗം വരാക്കാനുള്ള ഏറ്റവും പ്രധാന മാർഗം ഭക്ഷണത്തിന്റെ അളവ് ഏറ്റവും കുറയ്ക്കുക, വിഷമം മാത്രം കഴിക്കുക, വിശപ്പ് ഇറങ്ങി നിർത്തുക. ആ കൂട്ടത്തിൽ കാർബോഹൈഡ്രേറ്റ് ആയാലും ഫാറ്റ് ആയാലും പ്രോട്ടീൻ ആയാലും ഒന്നും കുഴപ്പമില്ല, ഈ അളവിൽ. പക്ഷേ അളവ് തെറ്റിപ്പോയി. ഇത് തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത്. മൂപ്പര് നേരത്തെ പറഞ്ഞ ഒബീസിറ്റി തുടർന്ന് പ്രമേഹം, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, സ്ട്രോക്ക്, അൾഷൈമേഴ്സ്, കിഡ്നി ഡിസീസ്. വലിയ ആൾക്കാരൊക്കെ ആദ്യം പറഞ്ഞു. പിന്നെ അതിന്റെ താഴെ ഈ സംഗതികൾ പറഞ്ഞ ലിസ്റ്റ് അവസാനിക്കുന്നില്ല. ഞാൻ ഈ സ്ലൈഡിൽ കൊള്ളണത്ര എണ്ണ എഴുതിയതാണ്. ഇത്ര തന്നെ വേറെയും വരാണ്ട്. ഈ രോഗങ്ങളൊക്കെ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. നമ്മൾ കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം അന്നജാണ്. ഫാറ്റും പ്രോട്ടീനും നമ്മൾ അങ്ങനെ കഴിക്കില്ല. ഇന്ന് എന്തൊക്കെയാക്കി രാവിലെ എന്താന്നാല് പുട്ട്, വെള്ളപ്പം, ദോശ, ഇഡ്ഡലി, അല്ലേ? ഉച്ചക്ക് ചോറ്, ബിരിയാണി, മന്തി, വൈകുന്നേരം ബിസ്ക്കറ്റ്, പലഹാരങ്ങള്, രാത്രി ചപ്പാത്തി, കുബൂസ് ഇട്ട് എന്ന് പറഞ്ഞാല് 80 to 90% അന്നജങ്ങളാണല്ലോ കഴിക്കുന്നത്, കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത്. ഇതന്നെയാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. അപ്പൊ എന്താ? ഫാറ്റ് കഴിച്ചാൽ അസുഖം. ഫാറ്റ് നോക്കാൻ കഴിക്കാൻ പറ്റില്ല, അതന്നെ പ്രശ്നം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഉച്ചക്ക് ഒരു 2 പ്ലേറ്റ് ഫുള്ള് ചോറുന്ന ഒരാളാണ്. ഏകദേശം ഒരു 250 ഗ്രാം ഗ്ലൂക്കോസിനർത്ഥം. അവരടുത്ത് ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ വലിയ പാത്രം നിറച്ച് നല്ല മൂരിയർച്ച് വെളിച്ചെണ്ണ എല്ലാം ഫ്രൈ ചെയ്ത് കൊണ്ടുവച്ചു മുഴുവൻ തിന്നാൻ പറഞ്ഞു. ഒന്ന് സമ്മാനം കൊടുക്കാൻ തിന്നാൻ കഴിയില്ല. അതിന് ലിമിറ്റ് ഉണ്ട്. നമ്മളെ ഇതിന് ശരീരത്തിൽ കുറെ ഹോർമോണുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്നാണ് ലെപ്റ്റിൻ. ലെപ്റ്റിൻ എന്ന് പറഞ്ഞ സാധനം നമ്മളെ ഫാറ്റ് സെല്ലിനകത്തുള്ളൊരു പ്രോട്ടീനാണ്. മുമ്പ് പണിയെന്ന് വെച്ചാൽ ഫാറ്റ് സെല്ലിന് ശരീരത്തിൽ മൊത്തം ഉള്ളതാണ് ഫാറ്റ് സെല്ല്. കോശ ഇതിന് കൊഴുപ്പ് കോശങ്ങൾ. അതിനകത്ത് ആവശ്യത്തിന് കൊഴുപ്പായി കഴിഞ്ഞാൽ മുമ്പ് നേരെ ബ്ലഡ് കൂടെ ബ്രെയിനിൽ പോയിട്ട് സിഗ്നൽ കൊടുക്കും. ആ ആവശ്യത്തിന് അതിനെ നിർത്തിക്കളഞ്ഞു. അതാണ് നമുക്ക് മടുപ്പ് എന്ന സാധനം. അത് ഫാറ്റ് കഴിക്കുമ്പോഴുണ്ടാവും. കാർബോഹൈഡ്രേറ്റ് എത്ര കഴിച്ചാലും മടുക്കില്ല. ഉദാഹരണമായിട്ട് 1 മണിയാകുമ്പോൾ നമ്മൾ വയറ് നിറച്ചത് എവിടം വരെ ചോറും മതി. 4 മണിയാകുമ്പോൾ നിങ്ങൾക്ക് അടുത്ത് തിന്നാൻ തോന്നും. എന്തെങ്കിലും ഉണ്ട്, മധുരോ ബേക്കറിയോ പലഹാരങ്ങളോ. അതല്ല, ഈ 1 മണിക്ക് നമ്മൾ ഒരു പിടി ബീഫ് ഫ്രൈ മാത്രം, അതിൻ്റെ ഒപ്പം ചോറ് തരുന്നുണ്ടോ, ബീഫ് മാത്രം കഴിക്കുകയാണെങ്കിൽ പിറ്റേന്ന് നേരാകുമ്പോൾ വിശക്കണമെങ്കിൽ അതിൻ്റെ തിന്നും. അത് വേറെ കാര്യം, ഞങ്ങളുടെ ശീലമാണ്. വിശപ്പ് വന്നിട്ട് തിന്നണം തോന്നണമെങ്കിൽ 24 മണിക്കൂർ കഴിയും. എന്നാൽ അല്ലാതെ ലെഫ്റ്റിന്റെ പണി നടക്കുന്നുണ്ട്. ഈ ലെഫ്റ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന കഷി മുപ്പരാണ് ഇൻസുലിൻ എന്ന വേറെ ഹോർമോൺ. നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതോട് കൂടി ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടും ബ്ലഡിൽ. മുപ്പരെ പിന്നെ ഇവിടുന്നാണ് പോകാൻ സമ്മതിക്കില്ല. ലെഫ്റ്റിന് ബ്രെയിൻ ബ്ലഡ് ബാരിയർ എന്ന സാധനം അവിടെ വെച്ചിട്ട് മുപ്പരവിടെ ബ്ലോക്ക് ചെയ്യും. പിന്നെ ലെഫ്റ്റിന് കയറാൻ പറ്റില്ല. ഒരിക്കലും ഒരു മടുപ്പുണ്ടാവില്ല. പിന്നെ നല്ലോണം കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിച്ചോളൂ. കഴിച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെ കഴിക്കും. ഇതാണ് നമുക്കൊക്കെ പറ്റുക. നമ്മളെ ഭക്ഷണത്തിൽ ആ ടൈപ്പ് ഓഫ് ഭക്ഷണം മാറി. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്. അതിന് പകരം കാർബോഹൈഡ്രേറ്റ് ആണ് കുറച്ചത്.
ഫാറ്റ് കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ മടുപ്പ് വരും, ഭക്ഷണത്തിൻ്റെ അളവും കുറയും. ഈ പറഞ്ഞ 2 പിടി എന്നാൽ മതി. 2 പിടി ബീഫ് എന്നാൽ നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞ് പോയിക്കൂടെ? 2 പിടി ചോറുണ്ട് ആർക്കെങ്കിലും 24 മണിക്കൂർ ജീവിക്കാൻ പറ്റും. 2 പ്ലേറ്റ് കിട്ടിയിട്ട് തേങ്ങില്ല അവിടെ. പിന്നെ വൈകുന്നേരം പിടി തിന്നും. അത് തിന്നുന്ന സാധനം എന്താണെന്നുള്ള കൂടി പ്രധാനം. ഒരു ചെക്കൻ എന്തോ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കാണാതെ എൻ്റെ അടുത്ത് വന്നു. എവിടെയും ഒരാഴ്ച എണ്ണിട്ടില്ല, ഒരാഴ്ച ഇവിടുന്ന് ഞങ്ങളെന്ന് അറിയിക്കുക ഒരു ആടിനെ കറുത്തുകൊണ്ട് എല്ലാവർക്കും തിന്നാൻ കൊടുക്കും. അത് തിന്നാന്ന് പറയുമ്പോൾ ആട്ടിറച്ചിയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു 10 കിലോ ചോറ് വെച്ചാണ് കൊടുക്കുന്നതല്ല പറഞ്ഞു. ഒരു ആടിന് അവലിപ്പി ഷാപ്പെന്നാണ്, ആടിനിറക്കാനാണ്. വേറെ സ്ഥലത്ത് മൂസാനബിന്റെ ജനതന്റെ പറ്റി പറഞ്ഞു. അവരിങ്ങനെ ഫിറോവിന്റെ അടുത്ത് നിന്നൊക്കെ രക്ഷപ്പെട്ടെങ്കിലും മരുഭൂമിക്കൽ അലിയുന്ന സമയത്ത് മേഘം കണലിട്ട് മഞ്ഞയും ചെലവിയും കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇത് മഞ്ഞ ഒരു ക്രീമാണ്, ഒരു എന്തായാലും പറയാം നമ്മളെ ഈ ബട്ടറൊക്കെ മാറില്ല. ഒരു നേരം വെളുത്ത വെയിൽ ഉദിക്കണതിൻ്റെ മുമ്പ് മരത്തിൻ്റെ ഇലമേലും കൊമ്പുകളൊക്കെ ഇത് വന്നു പോകും. ഒരു നേരം വെളുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അതൊക്കെ കളക്ട് ചെയ്തിട്ട് കഴിക്കുക ചെയ്യും. അല്ലെങ്കിൽ ഒരു സെൽവ് പറഞ്ഞൊരു ടൈപ്പ് ചെറിയ പക്ഷികൾ, കാടപ്പക്ഷി എന്നൊക്കെ പറഞ്ഞു. ഇത് രണ്ടും ഉള്ളൂ, വേറെ ഇതിനകത്ത് ഉള്ളി മറ്റേതൊന്നുമില്ല, അരിഞ്ചില്ല അങ്ങനൊന്നുമില്ല. ഈ 2 സാധനം ഇങ്ങനെ കുറെ തിന്നപ്പോൾ ഇവർക്ക് നമ്മൾ പറയല്ലോ പറ്റ വലുപ്പത്തായിരുന്നു. അതേമാതിരി മടുത്ത് ഇവരെല്ലാവരും കൂടി സാമിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു തിന്ന് മടുത്ത്, നീ വേറെ എന്തെങ്കിലും ഉള്ളി തക്കാളിയൊക്കെ എന്തെങ്കിലും തരാൻ പറഞ്ഞു. ഈ നബി പഠിച്ചവനോട് പറഞ്ഞു, പഠിച്ചവന് മറുപടി എന്താ? അവിടെയാണ് ആ പോയിന്റ്. എനിക്ക് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള സാധനം തന്നത്. പിന്നെ എന്തിനാണ് ഈ മോശപ്പെട്ട സംഗതി ചോദിക്കണമല്ലോ? മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് അള്ളാഹുവിനെ അറിയാം നമുക്ക് എന്ത് ഭക്ഷണമാണ് വേണ്ടത്. അതാണ് മൂപ്പര് കൊടുത്ത് മഞ്ഞയും സെൽവി എന്നാൽ ഇന്നത്തെ പറയുന്നത് ബട്ടറും ബീഫും. ഇതിനൊരു ഇക്വാലന്റ് സംഗതി പറയുന്നത് ഇറച്ചിയും കൊഴുപ്പും. അത് കഴിച്ചുകൊണ്ട് നമുക്ക് എത്ര കാലം ജീവിക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. നമുക്കൊരു 1 gram ഓഫ് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഭക്ഷണമായിട്ട് ആവശ്യമില്ല. പലരും പറയും, പല ഡോക്ടർമാരും പറയും ഗ്ലൂക്കോസ് കിട്ടിയില്ലെങ്കിൽ ബ്രെയിന് നശിച്ചു മറ്റും. ഒരു സിംഗിൾ gram ഓഫ് ഗ്ലൂക്കോസ് നമുക്ക് ആവശ്യമില്ല ദിവസം. പിന്നെ നമുക്ക് എവിടുന്ന ഊർജം കിട്ടുന്നത്? ഊർജം എത്ര വേണമെങ്കിലും കിട്ടും. ഒരു ഗ്രാം ഗ്ലൂക്കോസിന്റെ 7 ഇരട്ടി ഊർജമുണ്ട് 1 gram ഫാറ്റിനാണ്. എനോർമസ് എനർജിയാണ് ഫാറ്റിനാണ്. രാവിലെ ഒരു 200 gram ബീഫ് നല്ല ഫ്രൈ ചെയ്താൽ ഇറങ്ങിയാൽ പിറ്റേന്ന് രാവിലെ 24 മണിക്കൂർ വരെ നിങ്ങൾക്ക് എന്ത് ജോലി ചെയ്യും, ക്ഷീണം അറിയില്ല, ഒരു മടുപ്പുണ്ടാവില്ല. ഈ എൻഡ്യൂറൻസ് സ്പോർട്സ് എന്നൊക്കെ ഉള്ളത് എന്തെങ്കിലും പറയാം, നമ്മളെ ഈ മാരത്തോൺ അതേമാതിരി ക്രിക്കറ്റ് ഇങ്ങനത്തെ ഡേ ലോങ് ആയിട്ടുള്ള എക്സസൈസ് സ്പോർട്സ്, അതേമാതിരി ഹെവി ആയിട്ടുള്ള ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ഡയറ്റാണ് ഹൈ ഫാറ്റ് ഡയറ്റ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം അറിയില്ല, ഒരു തളർച്ച ഉണ്ടാവില്ല. ആ സമയത്താണ് ഗ്ലൂക്കോസ് കഴിച്ചാൽ 1 മണിക്കൂർ നേരെ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. പണ്ടൊക്കെ മാരത്തോൺ ഓട്ടമിലൊക്കെ ചെയ്തതിന് ഒരു സാച്ചറ്റ് ചെറിയ ഇതുണ്ട്, സാച്ചറ്റ് ഗ്ലൂക്കോസിന്റെ ചെറിയ പാക്കറ്റുകളുണ്ട്. അതിങ്ങനെ കുറേ പോക്കറ്റിൽ ഇട്ടുണ്ടാവും. ഓരോ അരമണിക്കൂർ കൂടും 1 മണിക്കൂർ കൂടുമ്പോൾ അതിങ്ങനെ എടുത്തിട്ട് കഴിക്കും. 25 gram ഗ്ലൂക്കോസ് 1 മണിക്കൂർ നേരത്തിന് എൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും. കഴിഞ്ഞാൽ കഴിഞ്ഞു, അതുകൊണ്ട് ക്ഷീണം അടുത്തെടുത്ത്. ഇപ്പോൾ അതൊന്നും വേണ്ട. രാവിലെ നല്ലൊരു ബീഫ് ഒരു വലിയൊരു കഷ്ണം എടുത്തിട്ട് അതിനെ പൊരിച്ചാൽ തിന്നാം. കുറച്ച് ബട്ടർ അതിൻ്റെ കൂടെ തിന്നു കഴിഞ്ഞാൽ പിന്നെ അവനൊരു സാധനം വേണ്ട, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചു കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ ഈ ഫാറ്റ് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ സംഗതിയാണ്. നമ്മൾ ഏറ്റവും നല്ല ഊർജത്തിൻ്റെ സോഴ്സാണ്. എനോർമസ് ആണ്. മനുഷ്യൻ്റെ എത്ര 7 ഇരട്ടി ഊർജ്ജമാണ്. എല്ലാം കൊണ്ട് നമുക്ക് വേണ്ടി ഭക്ഷണം. അതാണ് ഡോക്ടർമായിട്ട് ചോദിക്കുന്നത്. ഈ അസുഖങ്ങൾക്കൊക്കെ തന്നെ പരിഹാരമാണ്. ഇതിൽ വെറും ഹാർട്ട് അറ്റാക്കിന് ഷുഗർ മാത്രമല്ല, ഈ നീണ്ട ലിസ്റ്റാണ്. മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് കണ്ടാണല്ലേ ഇത്രയും രോഗങ്ങൾ നമുക്ക് ഈ ഒരൊറ്റ ഡയറ്റോട് സുഖപ്പെട്ടു. ഇത് പടം ഇഷ്ടമാക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് അറ്റത്തെ അനുഭവങ്ങളാണ്. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ തന്നെ പലരുന്നുണ്ട്. മാനസിക രോഗങ്ങളടക്കം മാറുന്നുണ്ട്. അൽഷൈമേഴ്സ്, അതേമാതിരി ഓട്ടിസം, ഒരുപാട് അസുഖങ്ങൾ ട്രൈ ചെയ്തൊക്കെ ഇതിലും അനുഭവമില്ലല്ലോ. വേറെ ഇഷ്ടമൊന്നുമില്ല. അതേമാതിരി ശരീരത്തിൽ തന്നെ ഒരുപാട് സ്കിൻ ഡിസീസസ് എന്തെങ്കിലും പറയാം, ഈ ഫംഗസ് അല്ലെങ്കിൽ മറ്റേ നോക്കുരു ഇതൊക്കെ പോകും. കാരണം ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം ഇൻഫർമേഷൻ മിക്കവാറും രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നീർക്കെട്ടുകളാണ്. ഈ ഇവരുണ്ടല്ലോ എന്തെങ്കിലും പറയാം, ആയുർവേദക്കാർ കഫം പിത്തം വാദം ഇതൊക്കെ പാടെ കൂടിയാൽ സാധനങ്ങൾക്ക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈസിലി കൂടുന്നതാണ് അതിൻ്റെ കാരണം.
അവര് ഈ ഇൻസുലിൻ കാണാത്ത കണ്ടുപിടിക്കാത്ത കാലത്ത് ഉണ്ടാക്കിയ കോൺസെപ്റ്റ് യഥാർത്ഥത്തിൽ ഇൻസുലിൻ ബ്ലഡിൽ അധികമാകുന്നതാണ്. ഈ പറഞ്ഞ രോഗങ്ങളിൽ വരുമ്പോൾ ഇൻസുലിൻ കൂടുതലുണ്ടാവും. ചെക്ക് ചെയ്തൊക്കെ ഒരാളുടെ ബ്ലഡിൽ ഫാസ്റ്റ് സ്റ്റേജ് ഉണ്ടാകേണ്ട ഇൻസുലിൻ്റെ അളവ് 2 to 7 മൈക്രോ ഇന്റർനാഷണൽ യൂണിറ്റ് MIU എന്ന്. അത് 7 കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർഇൻസുലിനീമിയ ആണ്. ഇൻസുലിൻ്റെ അളവ് കൂടുന്ന അവസ്ഥ. ഈ അവസ്ഥയിലാണ് നീർക്കെട്ടുണ്ടാണെങ്കിൽ നീർക്കെട്ടാണ് രോഗം ഉണ്ടാകുന്നത്. നീർക്കെട്ട് കാരണം പ്ലേക്കുകൾ വലുതാവും. പ്ലേക്ക് അല്ലെങ്കിൽ രക്തക്കൊഴിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അത് ഉണ്ടായാൽ ചെറിയ മുറിവുകൾ വരുമ്പോൾ അവിടെ എന്തെങ്കിലും പറയാം നമ്മളെ പ്ലേറ്റിലേക്ക് വന്ന് അടിയെ അതിൻ്റെ ഭാഗത്ത് നിന്നിട്ട് വരും. അതിൻ്റെ ഭാഗത്തൊക്കെ ഉണങ്ങിയിട്ട് കയ്യിലോ മുറിയൊക്കെ ഉണ്ടായതിന് ഒറ്റ കഴിക്കാൻ കഴിയും. പൊട്ടണുണ്ടെങ്കിൽ മുറിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാകും. പക്ഷെ നീർക്കെട്ട് കൂടുതൽ ഇൻസുലിൻ കൂടുതൽ ഒരാളുണ്ടെങ്കിൽ ഈ പൊറ്റിന് അയക്കുന്ന സാധനം പ്ലേക്ക് പിന്നെ ഫോം ഫൈബ്രോളിസിസ് അങ്ങനെ ഇല്ലാതെ പോകില്ല. ഇത് വലുതായി കഴിഞ്ഞിട്ട് ഓട്ടം കടന്നു പോകും. അതാണ് പ്രോബ്ലം. അങ്ങനെയാണ് ഈ കൊറോണറി ആയിട്ടുള്ള സാധനം ആർട്ടിന്റെ മാസത്തിൽ രക്തം കൊടുക്കുന്ന സാധനം ഇപ്പൊ എല്ലാവർക്കും കൊടുക്കുന്ന ആർക്കാണ്. അതിന് പീസിനൊക്കെ കൊടുക്കുന്നത് ആർക്ക് പറ്റേണ്ടി രക്തമാണ്. ഈ ആർട്ടിക്ക് ആക്കി ഇതേമാതിരി പ്ലേക്ക് വന്ന് ബ്ലോക്ക് വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളാണ്. കാർഡിയോ വാസ്കുലർ ഡിസീസ്, ഇതിൽ കൊറോണറി ഹാർട്ട് ഡിസീസ്. അതേമാതിരി സ്ട്രോക്ക് വരുന്നു. തലച്ചോർക്കിൽ ആർട്ടറിയിൽ ഈ ബ്ലോക്ക് വരുമ്പോഴാണ് തലച്ചോർക്ക് രക്തം കിട്ടാതെ സ്ട്രോക്ക് വരുന്നു. ഇതിന്റെ ഭാവിയിലാണ് ബ്ലോക്ക് നിന്ന് ചിലപ്പോൾ പൊട്ടിയിട്ട് ഹെമറേജിനൊക്കെ സംഭവിക്കുന്നത്. കിഡ്നിക്ക് പോകുന്ന കിഡ്നിക്ക് ആവശ്യമായ ബ്ലഡ് കൊടുക്കുന്ന ആർട്ടറിയിൽ ബ്ലോക്ക് വരുമ്പോഴാണ് കിഡ്നി ചുരുങ്ങിയിട്ട് ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. ചുരുങ്ങിയിട്ട് കിഡ്നി ഡാമേജ് ചെയ്തിട്ട് അപ്പോഴാണ് നമ്മൾ ഡയാലിസിസും കിഡ്നി ട്രാൻസ്പ്ലാന്റ് കാണുന്നത്. അതേപോലെ കാലിന്റെ രക്തക്കോല് ബ്ലോക്ക് ആകുമ്പോൾ കാലിന്റെ വിരലൊക്കെ ചീഞ്ഞു പോയി മിച്ചടേണ്ടി വരുന്നുണ്ട്. കണ്ണുക്കിലെ ബ്ലോക്ക് ആകും കണ്ണിന്റെ കാര്യത്തിൽ അങ്ങനെ ഏത് ഭാഗത്തിലെ രക്തക്കോലിലും ബ്ലോക്ക് വരാം. അതിന് മൊത്തത്തിൽ പറയുന്നത് ഡിസെമിനേറ്റഡ് ആർട്ടീരിയൽ ഡിസീസ്. അതായത് പല സ്ഥലത്തായിട്ട് എവിടെ ഉണ്ടാകാവുന്ന ആർട്ടീരിയൽ എൻഡോത്തീരിയൽ ഡിസ്ഫങ്ഷൻ ഇതൊക്കെ പല പേരും അറിയാം. അത്രോസ്ക്ലെറോസിസ് ഇതിലൊക്കെ കാരണം ഇൻസുലിൻ കൂടുന്നതാണ്. ഇൻസുലിൻ കൂടാൻ കാരണം കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതി കുറച്ച് കാലമായിട്ട് 40 കൊല്ലമായിട്ട് വമ്പിച്ച് നമുക്ക് മാറി. നമ്മൾ ഫാറ്റും പ്രോട്ടീനും എല്ലാം കഴിക്കുന്ന കാലത്ത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഈ രോഗമൊക്കെ ഈ 40 കൂടാനില്ല. ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് തന്നെ ഓടിച്ചു പോയത് എങ്ങനെ സംഭവിച്ചത് ഇതൊക്കെ നമുക്ക് പ്രമേയത്തിന്റെ പല ടൈപ്പ് പ്രമേയമുണ്ട്. ടൈപ്പ് 2 പ്രമേയത്തിനാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നത്. മൊത്തം പ്രമേയ രോഗികളുടെ 90% ആൾക്കാർക്ക് ടൈപ്പ് 2 പ്രമേയമാണ്. ടൈപ്പ് 1 ഭാഗത്തിന്റെ ഉറപ്പാണ് ഈ രീതിയിൽപ്പെട്ടതായ. പിന്നെ വേറെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. ജസ്റ്റേഷനാണ് ഉണ്ടാകുന്നത്. വൈദ്യുതിയും പുറത്തുന്നില്ല. ഇത് നമ്മൾ ഒരു സെൻസസ് ആണ്. മറ്റേ WHO ഒരു കണക്കാണ്. അതായത് ഈ 25 കൊല്ലം കൊണ്ട് പൊണ്ണത്തടിമാരുടെ എണ്ണം 3 ഇരട്ടി കൂടിയുണ്ടല്ലോ. അതേമാതിരി പ്രമേയ രോഗികളുടെ എണ്ണം 30 വർഷം കൊണ്ട് 14 ഇരട്ടി കൂടി. ചെറിയ കൂടുതലല്ല, ഇരട്ടി 2 ഇരട്ടി ഒന്നുമില്ല, 14 ഇരട്ടി. അതായത് 1985 മൊത്തം ലോക ജനസംഖ്യ 485 കോടിയായപ്പോൾ 3 കോടി ആൾക്കാർക്ക് പ്രമേയമുള്ളൂ. അത് 2015 ആയപ്പോൾ 735 കോടി ജനങ്ങളുണ്ടല്ലോ. 442 കോടി ജനങ്ങൾക്ക് പ്രമേയമാണ്. ഈ രീതിയിൽ വല്ലാത്ത നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇന്നിപ്പോൾ ഈ കൂടിയിട്ടുന്ന ആൾക്കാർക്ക് പ്രമേയം ഇല്ല ഉറപ്പില്ല ആൾക്കാർക്ക് കയ്യിൽ വെച്ചോ. അപ്പോൾ പറഞ്ഞത് എത്ര %? 100% ഉറപ്പുള്ളവർക്ക് പ്രമേയം ഉള്ളവരല്ല, ഇല്ല ഉറപ്പില്ല. നിങ്ങൾ ആരെങ്കിലും ബ്ലഡ് പരിശോധിക്കണം, അടുത്താഴ്ചയെങ്കിലും ഉണ്ടാവില്ല. എന്തിനാ പരിശോധിക്കണം? അതുകൊണ്ടല്ല, ഒന്നെന്നാല് നമ്മളെപ്പോഴും പരിശോധിക്കാം. അതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴല്ല അതിൽ ആരെങ്കിലും അറിയിക്കാം. അല്ലെങ്കിൽ ഒരു രാത്രി 2-3 നേരം കണ്ടിട്ട് 3 കണ്ടിട്ട് വരുമ്പോഴൊക്കെയാണ് പ്രശ്നമായിട്ട് പറ്റില്ല. അതിലങ്ങനെ പോകും. പക്ഷെ ഇതിൽ 15 കൊല്ലം മുമ്പ് നമ്മൾ ഡയബറ്റീസ് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും തുടക്കത്തിൽ ഇൻസുലിൻ ബ്ലഡിൽ കൂടാൻ തുടങ്ങുമ്പോഴാണ് പ്രമേയം തുടങ്ങുന്നത്. ഷുഗർ ബ്ലഡിൽ അമിതമായിട്ട് കൂടുമ്പോഴാണ് പ്രമേയമൊക്കെ തോന്നുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അറിയിക്കുന്നത്. അപ്പൊ ആ 15 കൊല്ലം മുമ്പ് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപാട് ഡാമേജ് ഒഴിവാക്കാൻ പറ്റില്ല. അവിടേക്ക് ഞാൻ പോകുന്നത് ഭക്ഷണം കൂടുതൽ കഴിച്ചതാണ് ഒരു കാരണം. പ്രധാനമായിട്ട് പറഞ്ഞില്ല, അത് ഏറ്റവും വലിയ തെളിവുകളാണ്. 2 ലോകമായിട്ടുള്ള കാലത്ത് പ്രമേയം ലോകത്തെ ഏറ്റവും കുറവായിരുന്നു. ആ സമയത്ത് ഭക്ഷണം കുറയുന്നതനുസരിച്ച് ഡയബറ്റീസ് ഇല്ലാതായിരുന്നു. അപ്പൊ ഇനി എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്ര അധികം കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത്? അതൊരു പ്രശ്നമാണ്. നമ്മുടെ ചോയ്സ് മാത്രമല്ല, നമുക്ക് കിട്ടിയ ഡയറക്ഷൻസ് അതാണ്.
ഡയറക്ടറി ഗൈഡ് തന്നെയാണ്. അമേരിക്കക്കാരാണ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മളെ അതേമാതിരി അത് വേങ്ങലാണ്, ചോദ്യം ചെയ്യാനൊന്നും കഴിയില്ല. അത് ഇയാൾ പുസ്തകത്തിൽ വിവരിച്ച് പറയും എന്തുകൊണ്ടാണ് ആൾക്കാർ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് കുറച്ച് 80-90% എല്ലാവരും കാർബോഹൈഡ്രേറ്റ് കഴിക്കും. പ്രധാന കാരണം എന്താണെന്നുള്ളത് ഇയാൾ പുസ്തകത്തിൽ വിവരിക്കുന്നു. അതിൽ 960 ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ എന്നൊരു അമേരിക്കയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അവിടുത്തെ 3 ശാസ്ത്രജ്ഞന്മാർക്ക് വലിയ സംഖ്യ ഇതിന് എമൗണ്ട് കൈക്കൂലി കൊടുത്താലും അമേരിക്കയിലെ വലിയ പഞ്ചസാര കമ്പനികൾ. എന്തിനാന്ന് വെച്ചാൽ പഞ്ചസാര ഒരു കുഴപ്പമില്ല, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റാണ്, കൊഴുപ്പാണെന്ന് ഡിസീസ് ഉണ്ടാക്കിയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഒരു റിസർച്ച് നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റ് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് $millions കൊടുക്കും. അപ്പൊ തിരിഞ്ഞു എന്താ കാരണം? ഈ രേഖകൾ 2016 സെപ്റ്റംബറിലാണ് കണ്ടുപിടിച്ചത്. സാൻ ഫ്രാൻസിസ്കോയിലുണ്ട്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി. അവിടെ റിസർച്ച് വേറെ കുറെ കടലാസ് തന്നതിന്റെ കോൺഫിഡൻഷ്യൽ രേഖകൾ തട്ടിപ്പ് ഇതിന്റെ കൊടുത്തതിന്റെ റിസർച്ചിലായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ആയിരുന്നു. അത് പബ്ലിഷ് ചെയ്തു. പ്രധാനമായിട്ട് സംഗതികളൊക്കെ ഇതിന്റെ കൂടാതെ കൊടുക്കുന്നത് ഇയാൾ ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, കോപ്പി അടക്കം. പിന്നെ വേറൊരു പ്രധാന പ്രശ്നം ഇയാളായിട്ട് ആൻസർ ഫീസ്. മിക്കവാറും ഈ മെഡിസിനൊക്കെ പഠിക്കുന്ന എല്ലാവർക്കും അറിയുന്നത് 2004 പഠിച്ചത്, 2002 പേരോടെ മൂപ്പരാണ് അമേരിക്കക്കാരുടെ കാര്യമായിട്ട് തുടങ്ങി. മൂപ്പരൊരു 7 countries സ്റ്റഡി 22 രാജ്യങ്ങളിൽ പോയിട്ട് അയാൾ സാച്ചുറേറ്റഡ് ഫാറ്റ് കഴിക്കുന്നതിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന കണക്കുണ്ടാക്കി. കൂടുതൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കഴിക്കുന്നതിന് കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നതിന്റെ സിദ്ധാന്തം അയാൾക്ക് മനസ്സിലുണ്ട്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡി നടത്തി. 22 രാജ്യങ്ങളിൽ പോയി സ്റ്റഡി നടത്തിയപ്പോൾ 7 രാജ്യങ്ങളിൽ അയാൾക്ക് ഉദ്ദേശിച്ച വില കിട്ടി. കൂടുതൽ ഫാറ്റ് കഴിച്ചപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ബാക്കി 15 രാജ്യങ്ങളിൽ ഫാറ്റ് കൂടുതൽ കഴിച്ചപ്പോൾ ഹാർട്ട് അറ്റാക്ക് കുറഞ്ഞിട്ട് വരും. പക്ഷെ മൂപ്പർക്ക് ആവശ്യമില്ല. അതാണ് വെച്ചിട്ട് ഇത് രണ്ടോട്ട് കളികളാണ്. അതിനാണ് 7 countries സ്റ്റഡി. യഥാർത്ഥത്തിൽ 22 രാജ്യങ്ങളിൽ നടന്ന പഠനങ്ങൾക്ക് പറ്റിയ 7 രാജ്യത്തിന് മാത്രം എടുത്തിട്ട് ഒരു ഡിസീസ് അവതരിപ്പിച്ച് ഈ 2 സംഗതിക്ക് അടിസ്ഥാനത്തിൽ അമേരിക്കൻ സെനറ്റിൽ ഒരു തീരുമാനമുണ്ടായി. മൂല്യത കൊഴുപ്പ് സാച്ചുറേറ്റഡ് ഫാറ്റ് കൊഴുപ്പ് കഴിച്ചാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, അവിടെ കൊഴുപ്പ് വർഷം ഒഴിവാക്കണം. അമേരിക്കൻ സെനറ്റ് തീരുമാനിച്ചു. അത് സെനറ്റ് ഇയാളുടെ നേതൃത്വത്തിന് കമ്മിറ്റിയായി ജോർജ് മെക്കോൺ. ഈ കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷണ കമ്പനികൾക്കൊക്കെ കണിശായ നിർദ്ദേശം കൊടുത്ത് ഭക്ഷണത്തിൽ കൊഴുപ്പ് കുറക്കണം. സാച്ചുറേറ്റഡ് ഫാറ്റ് മറ്റേ പൊണ്ണത്തടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിന് പരമാവധി കുറവാണെന്ന് പറഞ്ഞത് ഒരു നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ അതേപോലെ ഇയാളുടെ ഈ ഇതും ആൻസർ തീസിച്ച ഒരു ഇതാണ് ഭക്ഷണത്തിൽ കൊഴുപ്പ് കൂടുതലുണ്ടായാൽ രക്തത്തിൽ കൊളസ്ട്രോൾ കൂടും, കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. ഇതാണ് ഇപ്പോഴും ഡോക്ടർമാർ നമ്മളോട് പറയുന്നത്, കൊഴുപ്പ് കഴിക്കരുത്, കൊളസ്ട്രോൾ കൂടും, കൊളസ്ട്രോൾ കൂടിയാൽ ഹാർട്ട് അറ്റാക്ക്. ഇതിന്റെ അടിസ്ഥാനം ഈ നേരത്തെ പറഞ്ഞ ഈ സാധനമാണ്, ഈ തെറ്റായ റിസർച്ചാണ്. പിന്നെ ഇവരുടെ ഈ സെനറ്റിന്റെ ഈ തീരുമാനം ഇതോടുകൂടി യഥാർത്ഥത്തിൽ ഇയാൾ പറഞ്ഞതിന് എതിരെ കാര്യങ്ങൾ കൂടുതൽ കൊഴുപ്പ് വയ്ക്കുന്ന ആൾക്കാരുടെ ഹാർട്ട് അറ്റാക്ക് വളരെ കുറവാണ്. നമുക്കറിയുന്ന എസ്റ്റിമോടെ കാര്യം, അതായത് ജന്മത്തിന്റെ കാര്യം വേറെ സാധനം കഴിച്ചില്ല, ഇറച്ചി മീനില്ലാത്ത സാധനം ഇല്ലല്ലോ. അവരുടെ ഹാർട്ട് അറ്റാക്കും ഇല്ല, ഷുഗറും ഇല്ല, സ്ട്രോക്കും ഇല്ല, ഒരു അസുഖമില്ലല്ലോ. അങ്ങനെ കൂടുതൽ കൊഴുപ്പ് വയ്ക്കുന്നതിനായിട്ട് അസുഖം കുറവാണ്. പിന്നെ കൊഴുപ്പ് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് പറഞ്ഞതിന് എന്താ അടിസ്ഥാനങ്ങൾ മൊത്തത്തിലുള്ള തെറ്റായ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നത്. അതായത് ഒരു അടിസ്ഥാനമില്ല ചിത്രത്തിൽ ശാസ്ത്രീയ അടിസ്ഥാനം എന്താണ് ചുരുക്കം. എന്നാൽ ഈ ഒരു കാര്യം എപ്പോഴും ഒരു 80% ഡോക്ടർമാരും പറയാം, റെഡ്മി കഴിക്കരുത്, ബട്ടർ കഴിക്കരുത്, ഓരോ കഴിക്കരുത്, വെളിച്ചെണ്ണ കഴിക്കരുത്. അപ്പൊ ഇത് കാരണം അത് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ ഡയറക്ടറി കഴിക്കുന്ന ഈ നിർദ്ദേശം നിങ്ങൾക്ക് അറിയുന്ന ഡോക്ടർമാർ കുറവാണ്. അവര് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിച്ചേർന്ന് അതങ്ങനെ വായിച്ചു പോകുന്നു. ചോദ്യം ചെയ്യാനോ മറ്റൊരു പഠനം ഉണ്ടെന്ന് അന്വേഷിക്കാൻ ആരും എന്തെങ്കിലും എവിടെ നേരം ഇതൊരു കോടി കൊടുത്ത് പിന്നെ 25 ലക്ഷം 50 ലക്ഷം മുടക്കിയാണ് കോഴ്സ് ആയിട്ട് വരുന്നത്. രാവിലെ പുസ്തകത്തിലെ ഷീറ്റ് വരുന്നത് അവനോട് ഇത് വായിച്ചു നേരം അല്ലെങ്കിൽ 2 ഡിഗ്രിക്ക് 2 കോടി കൊടുക്കും. ഏതെങ്കിലും മറ്റേ ഇതിനെ പിന്നെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡയറക്ടറേറ്റ് അതിൽ 75% അഞ്ചങ്ങളും 5% താഴെ മാത്രം കൊഴുപ്പ് കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിന്റെ നിലവിലുള്ള ഡയറക്ടറേറ്റ് ഇതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. എന്താണ് നമ്മളെ ഭക്ഷണ രീതി ഇങ്ങനെ ആവാൻ കാരണം? നമ്മൾ ചോറും ചപ്പാത്തി കഴിക്കുന്ന അമേരിക്കാരും ബ്രെഡും ബെന്നും ഒക്കെ കഴിക്കുന്നു. എന്തായാലും ഇതന്നെ കൂടുതലുണ്ട്. പിന്നെ പുറമെ കൊക്കോള, പെപ്സി,
ഡോനറ്റ്സിന് മറ്റേ മത്സ്യങ്ങൾക്ക് കൂടുതലും മധുരം തന്നെ പഞ്ചസാര, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, പിന്നെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, മൈദ, ട്രാൻസ് ഫാറ്റുകൾ, ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ഇതൊക്കെ തന്നെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഈ ഭക്ഷണ സ്ഥാനങ്ങളൊക്കെ എങ്ങനെയാണ് മാറുന്നത്. ഫാറ്റ് ഇല്ലാത്തതും നോ ഫാറ്റ് ഭക്ഷണം, ലോ ഫാറ്റ് ഭക്ഷണം, ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയി നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഈ ഡയറ്റ് ഗൈഡിലാണ്. ഈ ഒരു ശാസ്ത്രീയ പഠനം എന്ന് പറയാവുന്ന ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംഖ്യകളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ വിചാരി ഭക്ഷണങ്ങളാണ് ഫാറ്റിന് പകരം നമ്മൾ കഴിക്കുന്നത് ഇത്രയും വിചാരി സാധനങ്ങളൊക്കെ കാർബോഹൈഡ്രേറ്റുകളാണ് കാര്യം. പിന്നെ എന്തായാലും ഈ 1977 US സെനറ്റിൽ തീരുമാനമെടുത്തത് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത്. 77 തീരുമാനം എടുത്ത് കറക്റ്റ് 20 കൊല്ലം കഴിഞ്ഞതോടുകൂടി അമേരിക്കയിൽ പ്രമേയക്കാരൻ എണ്ണം കൂടാൻ തുടങ്ങി. ഇന്ന് അമേരിക്കൻ പോപ്പുലേഷന്റെ 50% ആൾക്കാർ ആയിട്ട് ഡയബറ്റിക് പ്രീ ഡയബറ്റിക് ആണ്. ഈ ഒരൊറ്റ സംഗതിയാണ് അതിന് കാരണമില്ലെന്ന് പറഞ്ഞ സംശയമാണ്. അന്ന് ഒരു 20 കൊല്ലം എടുക്കും. കാരണം കാർബോഹൈഡ്രേറ്റ് കരളിൽ പോയി കൊഴുപ്പായി, കരളിൽ കൊഴുപ്പ് നിറഞ്ഞ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുമ്പോഴാണ് ഡയബറ്റിക് ആണ്. അതിന് 20 കൊല്ലത്തെ ടൈം എടുക്കും. അതേ പറഞ്ഞാൽ നമ്മൾ പ്രമേയ രോഗിയാണെന്ന് അറിയപ്പെട്ടെങ്കിൽ 20 കൊല്ലം മുമ്പ് പണി തുടങ്ങുന്നതിന്റെ അർത്ഥം. ഇതേമാതിരി പിന്നെ ഇവര് കൊഴുപ്പ് വെച്ചിട്ട് അടിച്ചതല്ല, ബെന്നാണ്, കൊക്കക്കോളയാണ്. ഇതാണ് ഇതിന്റെ കാരണം. അപ്പൊ ഈ 77 ഡയറ്റിലേക്ക് നിന്ന് 40 കൊല്ലം കഴിഞ്ഞപ്പോൾ അവസ്ഥ 4 ഇരട്ടി കൂടി അമേരിക്കയിൽ വണ്ണം തരുന്നത്. പ്രമേഹം 15 ഇരട്ടി കൂടി. ചെറിയ പയ്യന്മാരാണ് പ്രമേയ രോഗികൾ കൊണ്ടുതരുമാരാണ്. പക്ഷെ ഇതൊക്കെ അന്ന് തന്നെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ആൻസൈറ്റീസ് പറഞ്ഞ് നേരെ എതിരായിട്ട് പറഞ്ഞു പഞ്ചസാരയാണ് മക്കളുടെ കുഴപ്പമുണ്ടാക്കി, ഇതാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ കൊണ്ടു തന്നെയാണ്. പക്ഷെ അതിന് ഒരു വില കിട്ടില്ല. കാരണം നിങ്ങളോട് ഞാൻ പറയാം, പഞ്ചസാര കഴിച്ചാൽ തടി കൂട്ടും, പിന്നെ കൊണ്ടതടിന്റെ ഹാർട്ടറ്റാണെന്ന് നിങ്ങൾക്ക് ആർക്കും ഇപ്പോൾ വിശ്വസിക്കാൻ ഇപ്പോഴും കഴിയില്ല. ആ സമയത്ത് ഞാൻ പറയാം, കൊഴുപ്പ് കഴിക്കരുത് കേട്ടോ. രക്തത്തിൽ കൊഴുപ്പ് കൂടും, ബ്ലോക്ക് ഉണ്ടാവും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. വിശ്വസിക്കാൻ ഒരു പ്രയാസം തോന്നില്ല. കോമൺ സെൻസ് എന്ന സാധനം മനുഷ്യൻ അത് വെച്ചിട്ട് അറിയിച്ചത്. പക്ഷെ ഈ കോമൺ സെൻസ് അല്ല സംഗതി നടക്കുന്ന ഹോർമോൺസ് എന്ന സാധനം ശരീരത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പച്ച ഇല ഇങ്ങനെ വാരി വെച്ച് 4 നേരത്ത് നമ്മളാരും പച്ച നിറമാണോ? അങ്ങനെയല്ല ശരീരത്തിലെ നടക്കുന്നത്. അതിന്റെ ഉള്ളിൽ കുറെ പണികൾ വേണം. നമ്മളെന്ത് കഴിച്ചാലും അത് ഏത് രീതിയിൽ എങ്ങോട്ടൊക്കെ പോകണമെന്ന് തീരുമാനിക്കാൻ കുറെ ആൾക്കാരുണ്ട്. ഇതിനാണ് ഹോർമോണുകൾ നൽകുന്നത്. അപ്പൊ അത് കൊഴുപ്പ് കഴിച്ചതിനനുസരിച്ച് കൊഴുപ്പ് കൂടില്ല, ഷുഗർ കഴിച്ചതിനനുസരിച്ച് ഷുഗർ കൂടും, അതിന്റെ കൂടെ തന്നെ കൊഴുപ്പ് കൂടും. കൊഴുപ്പ് കഴിച്ചുകൊണ്ട് മാത്രമല്ല കൊഴുപ്പ് കൂടുന്നത്. കൊഴുപ്പ് കൂടും, പക്ഷെ അത് കരളിലല്ല കൂടുക. ശരീരത്തിൽ അപകടമില്ലാത്ത സ്ഥലത്താണ് കൊഴുപ്പ് ചെയ്യുക. ആ സമയത്ത് ഷുഗർ കഴിച്ചാൽ കരളിലാണ് കൂടുക. കാരണം ഇൻസുലിനാണ് കരളിൽ ഫാറ്റ് പ്രശ്നം. ഈ ഇൻസുലിന്റെ പ്രവർത്തനം കാരണം കരളിൽ കൊഴുപ്പ് നിറയുമ്പോഴാണ് ബാക്കി ഇഷ്യൂസ് ഒക്കെ വരുന്നത്. ഇതാണ് എന്റെ ശാസ്ത്രം. നമ്മള് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അത് രക്തത്തിൽ ചെറുപടലിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ്, ഈ 2 രീതിയിലാണ് ഇത് രക്തത്തിലെത്തുന്നത്. രക്തത്തിലെത്തി കഴിഞ്ഞാൽ ഉടനെ പാൻക്രിയാസിന് ഇൻസുലിൻ ഉണ്ടാവും. ഈ ഇൻസുലിന്റെ പണി എന്ന് വെച്ചാൽ ഈ ഗ്ലൂക്കോസിന് നമ്മളെ കോശങ്ങളുടെയൊക്കെ ഊർജത്തിന് വേണ്ടിയിട്ട് കോശങ്ങൾക്ക് എത്തിച്ചുകൊടുക്കുന്ന പണിയാണ്. കോശങ്ങൾക്ക് അകത്ത് മൈറ്റോകോൺട്രിയ എന്ന സാധനം. ഈ മൈറ്റോകോൺട്രിയയിലെ ഗ്ലൂക്കോസ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ കൂടി ചേരുന്നതാണ് ഇലക്ട്രോൺസ് ആണ് എനർജി. ഈ എനർജി ഉണ്ടാക്കുന്ന പണി അതിന് വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോസ് കാര്യമായിട്ടുള്ള ശരീരം ഉപയോഗിക്കുന്നത്. നല്ല കാര്യം, നമുക്ക് എനർജിയിലായി ജീവിക്കാൻ പറ്റില്ല, അനന്തരമാണ്. നമ്മൾ കഴിക്കുന്നത് മുഴുവൻ എനർജി ഉപയോഗിക്കില്ല. അതിന് ബാക്കിയുള്ളത് ഗ്ലൂക്കോസിനെ നേരെ കരകളിൽ കൊണ്ടുപോയി ഗ്ലൈക്കോജൻ പോസിറ്റീവ്. നമ്മൾ ഉച്ചക്കൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ബാക്കിയുള്ളത് നമ്മളെന്ത് ചെയ്യാം, ഫ്രിഡ്ജ് കൊണ്ടുപോയി ഇതേ പണിയാണ്. രാത്രി ഉണ്ടാകുമ്പോൾ ചൂടാക്കി തിന്നും. സാധാരണ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, പക്ഷെ സംഗതി നമ്മൾ ചെയ്യേണ്ടതാണ്. ആ പണിയാണ് നമ്മുടെ ശരീരത്തിൽ. എക്സസ് വരുന്ന ഗ്ലൂക്കോസിനെ കരളിൽ കൊണ്ടുപോയി ഗ്ലൈക്കോജൻ ആക്കും. ഈ ഗ്ലൈക്കോജൻ രാത്രി ഭക്ഷണം കഴിക്കാത്ത നേരത്ത്, വ്രതം തന്നെ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് ബ്ലഡിലേക്ക് തിരിച്ചു കൊണ്ടുവരും. എന്ന് പറയുക ഗ്ലൈക്കോജനോലിസിസ് എന്നാണ് ശാസ്ത്രത്തിൽ. അതിന് ഒരു ഗ്ലൂക്കോൺ എന്ന വേറെ ഹോർമോൺ, ഇൻസുലിനെ പോലെ തന്നെ പാൻക്രിയാസിൽ ഉണ്ടാകുന്ന ആൽഫാസൈഡിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ഗ്ലൂക്കോൺ. ഇതിന്റെ പ്രവർത്തനം കാരണം ഈ ഗ്ലൈക്കോജൻ തിരിച്ച് ബ്ലഡിൽ വന്നിട്ട് ഗ്ലൂക്കോസായിട്ട് ഇതേമായി സെല്ലുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും, എനർജി മാറി. അപ്പൊ ഈ ഒരു സംഗതി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. എക്സസ് വരുന്നത് കരളിൽ പോകും, അത് ഭക്ഷണം കഴിക്കാത്ത നേരത്ത് തിരിച്ച് ബ്ലഡിൽ വന്നിട്ട് ഗ്ലൂക്കോസായിട്ട് എനർജി ആയിട്ട് ഉപയോഗിക്കും. ഇതിങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പഠിക്കാൻ അങ്ങനെ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്ങനെയാ പ്രശ്നം ഉണ്ടാവുന്നത്?
പ്രശ്നം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് രാത്രി ഈ ഗ്ലൈക്കോജൻ ഫുള്ള് ഉപയോഗിച്ച് തീരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ മുമ്പ്. എവിടെ തീരാനാണ്? 4 രാത്രി ഉപയോഗിച്ചാൽ തീരാത്ത ഗ്ലൈക്കോജൻ നടക്കണം. കാരണം പകലില്ല തിന്നുന്നു ആടിന്റെ പണിയല്ലേ. 8-10 നേരം ഭക്ഷണം ഇങ്ങനെ തീരുന്നു. അപ്പൊ അത് ബാക്കിയാവും, കുറച്ചാൾ ബാക്കിയാൽ മതി. ഈ ബാക്കിയാവുന്നത് പിറ്റേന്ന് രാവിലെ പിന്നെ ബാക്കിയാവും. ഇതിങ്ങനെ നടന്ന് കയറണമെന്ന് അറിയും. ഒരു ദിവസം ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, എല്ലാം എക്സസ് ആണ് നമ്മൾ കഴിക്കുന്നത്. ആ എക്സസ് ഉള്ളത് കൂടി കൂടി ഇങ്ങനെ വരുമ്പോ ലിവറിന്റെ കൊല്ലാത്തൊരവസ്ഥ വരും. അപ്പം അടുത്ത പണി അതിന് ഇൻസുലിൻ തന്നെയാണ് പണിയുന്നത്. മൂപ്പര് ഗ്ലൈക്കോജനെ കൊഴുപ്പാക്കിയിട്ട് മാറ്റും. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങൾ കൊഴുപ്പാക്കിയിട്ട് മാറ്റും. അതേമാതിരി തന്നെയാണ് ഗ്ലൂക്കോസിന്റെ പുറമെ ഫ്രക്ടോസ് എന്ന സാധനം വരുന്നുണ്ടെന്നല്ലോ ഈ കാർബോഹൈഡ്രേറ്റിനാണ്. ഫ്രക്ടോസ് പറഞ്ഞാൽ പഞ്ചസാരയിൽ പകുതി ഗ്ലൂക്കോസും പകുതി ഫ്രക്ടോസും. അതേമാതിരി പഴങ്ങളുണ്ട്, അതേമാതിരി ഗ്ലൂക്കോസും. ഈ ഫ്രക്ടോസിനെ ഈ സെല്ലുകൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ടൈപ്പ് കാർബോഹൈഡ്രേറ്റ്. അത് എന്താ ചെയ്യാൻ നേരെ പോയിട്ട് കരളിൽ പോയിട്ട് കൊഴുപ്പായിട്ടുണ്ട്. ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, കുറച്ച് കൊഴുപ്പൊക്കെ ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല. ഒരു അപകടമില്ലാത്ത സാധനമാണ്. അത് എന്തിനാണ് വെച്ചത്, ഈ ഒരു 2 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ 36 മണിക്കൂർ പരമാവധി ഗ്ലൈക്കോജൻ നമ്മൾ ലിവറിൽ കൊടുക്കും. 36 മണിക്കൂർ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഗ്ലൈക്കോജൻ മുഴുവൻ തീരും. നമുക്ക് 4 ദിവസം ഭക്ഷണം കിട്ടിയില്ല, എവിടെയെങ്കിലും കുടുങ്ങിപ്പോയി മരിച്ചു പോകുന്നില്ല. നമുക്ക് ഈ സാധനം കൊഴുപ്പ് തിരിച്ച് ലിപ്പോലിസിസ് തിരിച്ച് കീറ്റോൺസ് അല്ലെങ്കിൽ ഗ്ലീസറോളൊക്കെ തിരിച്ച് ബ്ലഡ് നമ്മൾ ഓർത്തേക്ക് ഉപയോഗിക്കും. അപ്പൊ ഒരു പൗദ്യൊക്കെ ആളുകൾ കരളിന്റെ പൗദ്യൊക്കെ കൊഴുപ്പുണ്ടാകുന്ന അപകടമൊന്നുമില്ല. അത് കുറെ ദിവസം പട്ടിണിയാണെങ്കിൽ അതാണ് ശരി, പുറത്ത് കണ്ടു കംപ്ലീറ്റ് ക്ലിയർ ആവും. ആ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റേറ്റ് കിടക്കണം ഫ്രീസർ സാധനം. അപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇനി എപ്പോഴാ പ്രശ്നം, ഇത് ഇങ്ങനെ നമ്മള് 4 ദിവസം പട്ടിണിയാണെങ്കിൽ പല ദിവസത്തിൽ 10 നേരം ഭക്ഷണം കഴിക്കണം. ഇത് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല കൊഴുപ്പ്. ഇത് കൂടി 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 ഇതിങ്ങനെ ലിവറെന്നാണ്, ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നിട്ടുള്ളത്. കള്ളുടിയങ്ങൾക്കുണ്ടാണ് അസുഖം ഫാറ്റി ലിവർ. കള്ളുണ്ടാവും, നല്ല വീട്ടിലുണ്ടാവും, തന്നെ ഫാറ്റി ലിവർ ഉണ്ടാവും. ഇത് കൊഴുപ്പായിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് ഫുള്ളായിട്ട് ഈ ഇതിനകത്ത് നിറഞ്ഞാൽ പിന്നെന്താ ഈ പണിയാണ് ഇത്. പിന്നെ നമ്മൾ കഴിക്കുന്നതിൽ എക്സസിലെ ഗ്ലൂക്കോസിനാണ് കൊണ്ടാൻ പറ്റുന്നത്. ഒരു ബലൂണാണ് ഊതി ചെറിയ ഊതാൻ പറ്റും. അതേമാതിരി ഇത് ബ്ലഡിലാണ് പോകുക. അതാണ് നമ്മൾ പ്രമേയം എന്ന് പറയുന്നത്. എക്സസിലെ ഗ്ലൂക്കോസ് കരളിൽ കൊണ്ടാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് പോകും. പക്ഷെ വിടൂല, ശരീരം എന്താ ചെയ്യാം, കൂടുതൽ ഇൻസുലിൻ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ തൊള്ളോണ്ട് ഊതിയിട്ട് നിറയാത്ത ബലൂണിന്റെ പമ്പ് ചടിക്കാൻ തുടങ്ങും. ഇൻസുലിൻ കൂടുതൽ ഉണ്ടാക്കുന്നതിനനുസരിച്ച് കൂടുതൽ ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കും. അപ്പം സ്വാഭാവികം ബ്ലഡിൽ ഇൻസുലിൻ കുറഞ്ഞു, അല്ല ഷുഗർ കുറയും, ഇവിടെ കൂടും. അപ്പൊ വീണ്ടും ഈ തടസ്സം കൂടാൻ കൂടുതൽ ടൈറ്റാണനുസരിച്ച് പിന്നെ കൂടാനും കൂടെ. അപ്പൊ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും. ഈ ചക്രം ഇങ്ങനെ കൂടുമ്പോഴാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനെ ബലൂണാണെന്ന് പറഞ്ഞാൽ പിന്നെ ഊതാൻ പറ്റാതെ അപ്പൊ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നടക്കാൻ നോക്കും. ഈ ഒരു ചക്രം, അതായത് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കുമ്പോൾ കരകൾ കൊഴുപ്പ് നന്നതിനനുസരിച്ച് പിന്നെ ഗ്ലൂക്കോസ് കൊണ്ടായ ബുദ്ധിമുട്ട് കൂടും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതിന് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും. അതിന്റെ കാര്യമായിട്ട് വീണ്ടും കൊഴുപ്പ് നിറയും, വീണ്ടും ഈ ഒരു ചക്രം ഇങ്ങനെ തിരിയാനാണ് പ്രശ്നം. ഇതിന്റെ അവസാനത്തെ സ്റ്റേജ് എന്താണ്, എത്ര ഇൻസുലിൻ ഉണ്ടെങ്കിൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് കുറയാത്തൊരവസ്ഥ വരും. എന്തിനാണ് കൊണ്ടാൻ പറ്റില്ല, കരൾ അത്രയും ഓവർ ടൈറ്റായിട്ട്. അപ്പൊ കരളിൽ കൊഴുപ്പ് നിറയും, ബ്ലഡിൽ ഇൻസുലിൻ നിറയും, പുറമെ ഗ്ലൂക്കോസും കൂടും. ഇപ്പോഴാണ് ശരിക്കും നമ്മൾ വിവരം. അപ്പോഴാണ് ഈ കരളിൽ കൊണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് ശരീരം കിഡ്നി കൂടെ തന്നെ കളയാൻ. അതാണ് മൂത്രമൊഴിക്കൽ രാത്രി 2 മണിക്കൂർ 4 മണിക്കൂർ മൂത്രമൊഴിക്കേണ്ടി വരിക. ദാഹമില്ലാത്തപ്പോൾ വെള്ളം ഇങ്ങനെ ഒരിക്കലും മൂത്രമൊഴിച്ചിട്ട് ഇതിനെ ബ്ലഡിൽ ഒഴിവാക്കും. ബ്ലഡിൽ കൂടി നല്ല അപകടമാണ്. അപ്പൊ ശരീരം ചെയ്യുന്ന പണിയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ മൂത്രമൊഴിക്കലും ദാഹം. ഇപ്പോഴാണ് നമ്മൾ ഡോക്ടർക്ക് സുഖമായിട്ടൊരു കഞ്ഞിപ്പോൾ കടന്നു നോക്കാൻ നേരിട്ട് സ്വസ്ഥമായിട്ട് കട്ടുമ്പോഴേക്കാൻ കണ്ടിട്ട് മൂത്രമൊഴിക്കാം. നീറ്റ് മൂത്രമൊഴിച്ച് കട്ടു 4 മണിക്കൂർ പിന്നെ ഉറക്കാണ് പോകും. പിറ്റേന്ന് രാവിലെ പോകുമ്പോൾ മറ്റേ രാത്രി അപ്പോൾ ആയിക്കോട്ടെ കുടിയെടുക്കാൻ പോകാൻ ഇതേമാതിരി കരളാണെന്ന് അറിയുമ്പോഴാണ് കുറെ വിറക്കുന്നത്. പ്രമേയം തുടങ്ങുന്നതിന്റെ മുന്നോടിയൊക്കെ നമുക്ക് ഉണ്ടാകുന്ന സാധനമാണ് ഈ സാധനം ലിവർ ഫാറ്റ്.
അപ്പോൾ ഇതെന്താണ് അതിന്റെ ശാസ്ത്രതാണ്. നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ഇൻസുലിൻ കൂടുതലുണ്ടാവും. ഇൻസുലിൻ കൂടുതലുണ്ടാകുമ്പോൾ കരളിന്റെ കൊഴുപ്പ് നിറയും. കരളിന്റെ കൊഴുപ്പ് നിറയുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാവും. ഈ ചക്രം ഇങ്ങനെ തിരിഞ്ഞ് കരളിൽ ഓവറായിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കരളിലെ ഫാറ്റ് പുറത്തേക്ക് പോകുന്നു. ഇതിന് പാൻക്രിയാസിലൊക്കെ പോകും. പാൻക്രിയാസിൽ ഫാറ്റ് നിറയുമ്പോഴാണ് പിന്നെ ഇൻസുലിൻ ഒന്ന് കുറയാൻ തുടങ്ങും. ബീറ്റാ സെല്ലുകളൊക്കെ ഒന്ന് അതിന്റെ സെൻസിറ്റിവിറ്റി കുറയും. അതുവരെയൊക്കെ അതിന് 2 സ്റ്റേജാണ്. അപ്പോൾ വീണ്ടും രക്തത്തിൽ പഞ്ചസാര കൂടും, ഇൻസുലിൻ്റെ അളവ് കുറയുകയും കാര്യം കൊഴുപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ കൊഴുപ്പ് നിറയുന്ന പ്രോസസ്സ്, കൊഴുപ്പ് നിറഞ്ഞാലും ഒരു 10-15 കൊല്ലം ശരീരം പിടിച്ചു നോക്കും കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിയിട്ടും വേറെ രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ രക്തത്തിലെ പഞ്ചസാര അത്ര അധികം കൂടുന്നതിൻ്റെ ഒരു 15 കൊല്ലം മുമ്പ് തന്നെ എല്ലാ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ടാക്കാം. നമ്മൾ അറിയുന്നപ്പോഴേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഈ കൈയടിച്ച ആൾക്കാർക്കൊന്നും പ്രമേയമില്ലാന്നല്ല, അതിലൊരു 80% ആൾക്കാർക്ക് പ്രോസസ്സ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അറിയാൻ മാത്രമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ 5-6 കൊല്ലം കയ്യിൽ അത്രേ ഉള്ളൂ. അല്ലാതെ ഉണ്ടാവില്ല എന്ന് അർത്ഥമില്ല. അറിയാൻ ഇവിടെ എത്തിയണമെന്ന് അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം രക്തത്തിലെ ഇൻസുലിൻ പരിശോധിച്ചു നോക്കുക. 2-7 അടിയിലാണെങ്കിലും ഓക്കെ, കുറച്ച് നേരം കൂടി പോകും. അതിൻ്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റ് തുടങ്ങാനായിരിക്കും, കാർബോഹൈഡ്രേറ്റ് കുറക്കാനായിരിക്കും. പക്ഷെ ഇവിടെ കുവൈറ്റിൽ എനിക്ക് അറിയില്ല, നാട്ടിൽ തന്നെ 450 രൂപ ലാഭിക്കും. ഷുഗർ വെക്കാനാണെങ്കിൽ 20 രൂപ. പല സ്ഥലത്തൊന്നും ഇല്ല, ഇതിൻ്റെ അവരൊക്കെ ഉണ്ടാവും. ഏറ്റവും അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് സേഫാണ്. 7 താഴെയാണെങ്കിൽ തൽക്കാലം കൂടി ബുദ്ധിമുട്ടിലാവും. അല്ലെങ്കിൽ അതിനായിരുന്നു നമ്മൾ ഡോക്ടർക്ക് പോയാൽ ആദ്യം ഗുളിക തരും. കുറച്ച് നേരം കഴിഞ്ഞാൽ തൽക്കാലം ഷുഗർ കുറയും. ഒരു 6 മാസം കഴിഞ്ഞാൽ പിന്നെ ഷുഗർ കൂടാൻ അടുത്ത ഗുളിക തരും. ആ ഒരു 6 മാസം കഴിഞ്ഞാൽ പിന്നെയും ഷുഗർ കൂടാൻ അടുത്ത ഗുളിക തരും. പിന്നെ ഇൻസുലിൻ കുത്തും, ഇൻസുലിൻ്റെ അളവ് കൂടും. കുത്തി അവസ്ഥ ഇൻസുലിൻ കുത്തിയാൽ ഷുഗർ കൂടും. കാരണം എന്താ വെച്ചാൽ കൂടുതൽ ഈ പണി നമ്മൾ നേരത്തെ ചെയ്ത പണിയില്ലല്ലോ. ശരീരം സ്വാഭാവികം ഉണ്ടാക്കുന്ന ഇൻസുലിൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ഷുഗറിനെ ലിവറിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ പണിക്കിനെ മരുന്ന് ഏറ്റെടുക്കുക. കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടും അല്ലെങ്കിൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടും അല്ലെങ്കിൽ പുതിയ ഇൻസുലിൻ കുത്തി കയറ്റിക്കൊണ്ടൊക്കെ പിന്നെ ഈ ഗ്ലൂക്കോസിനെ ലിവറിൽ കൊണ്ടുപോയി നടക്കുന്നതാണ്. ഇതേ പണി തന്നെയാണ് മരുന്ന് ചെയ്യുന്നത്. അപ്പോഴും ലിവർ വലുതായി കൊണ്ടിട്ടാണ്, ഫാറ്റി ലിവർ കൂടാണ്. അത് പിന്നെ ലിവറൊക്കെ പൊട്ടാൻ തുടങ്ങും. അതാണ് നമ്മൾ ഈ സിറോസിസ് എന്നൊക്കെ പറഞ്ഞ് ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ അവസ്ഥയ്ക്ക് വെക്കും. കാരണം എന്താ വെച്ചാൽ മരുന്നുകൾ ഒരിക്കലും ഈ ഷുഗറിനെ എടുത്ത് പുറത്ത് കളയുന്നില്ല. മരുന്നിന്റെ പണി ബ്ലഡ് എടുത്തിട്ട് ലിവറിന്റെ കൊണ്ടുപോയി വിടുന്നില്ല. എന്ന് പറഞ്ഞാൽ അടുക്കളയിലെ വേസ്റ്റ് എടുത്തിട്ട് ബെഡ്റൂമിൽ കൊണ്ടുപോയി പണി മരുന്നുകളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ കണ്ട് ചെയ്യും. അതേമാതിരി ഓരോ സ്ഥലം ചെയ്യാൻ തുടങ്ങും. ലിവറിന് മാത്രമല്ല, ലിവറിന് എക്സസൈസിന് പലയിടത്തും വിടും. കണ്ണും കാലും കൈയും ഒക്കെ ഓരോന്നും ഓരോ അവയവങ്ങളായിട്ട് കിഡ്നി എല്ലാം നശിച്ചു. പ്രമേയ രോഗികളുടെ അവസാനം എൻ്റെ ആദ്യം പറഞ്ഞ കഥ മാറ്റി. ഇതൊക്കെ അറിഞ്ഞിട്ട് പിന്നെയും ഒരു തന്നെയാണ് ചെയ്യുന്നത്. ഇൻസുലിൻ തന്നെയാണ് പിന്നെയും കൊടുക്കുന്നത്. നിങ്ങൾ ബ്ലഡിൽ ഇൻസുലിൻ ഒരുപാട് അധികമുണ്ട്. ചികിത്സ എന്താ പിന്നെ ഇൻസുലിൻ കൊടുക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? തൽക്കാലം ഷുഗർ ഒന്ന് കുറഞ്ഞാണ്, പക്ഷെ ഇൻസുലിൻ കൂടാണ്, ലിവറിന്റെ ഫാറ്റ് കൂടാണ്. ഇതിന്റെ അടിസ്ഥാന കാരണങ്ങൾ വർദ്ധിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞത്, നല്ലൊരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ, അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളെ അഡിക്ഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി 24 മണിക്കൂർ കിട്ടാതെ വന്നിട്ട് കൈ കാലം വർക്കാൻ തുടങ്ങും. ആകെ ഭീകരാവസ്ഥയൊക്കെ എന്തൊക്കെ പറയുന്നത് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ആദ്യം ചെയ്ത് പണി തന്നത് സ്മോൾ ഇട്ടാൻ കൊടുക്കും. ഒരു കുടി നിർത്താനാണ് കൊണ്ടുപോയത്. ഒരു കൊടുക്കുന്ന ചികിത്സ ആൽക്കഹോളാണ്. തൽക്കാലം ഡോക്ടർക്ക് അവൻ്റെ ആ കരയിൽ നിൽക്കണം. ഈ ഒരു പണി ഇൻസുലിൻ കൊണ്ട് ചെയ്യുന്നത്. ഷുഗർ എന്നത് ഒരു ലക്ഷണമാണ്. ബ്ലഡ് ഷുഗർ കൂടാണ്. അതിന്റെ കാരണം ഇൻസുലിൻ കൂടിയതാണ്. അപ്പൊ ആ ഷുഗർ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് പിന്നെയും അവന് കൊടുക്കുന്ന ഈ ഇൻസുലിൻ തന്നെയാണ്. ഇതുകൊണ്ടൊക്കെ രോഗം മാറില്ല ചെയ്യുന്നത്. ബ്ലഡ് ഷുഗർ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ഡയബറ്റീസ് കൂടെ ചെയ്യുന്നത്. ഡയബറ്റീസ് എന്ന സാധനം ഇതാണ്. ഈ ലിവറിൽ ഫാറ്റ് നിറയുന്നതും ഇൻസുലിൻ കൂടുന്നതും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെയാണ് യഥാർത്ഥത്തിൽ രോഗം തന്നെ. അതിൻ്റെ ഒരു ചെറിയ ലക്ഷണം മാത്രമാണ് ബ്ലഡ് ഷുഗർ കൂടുന്നത്. അത് കുറക്കാൻ വേണ്ടിയിട്ട് രോഗം വർദ്ധിപ്പിക്കണം. അതാണ് ചികിത്സാ രീതിക്ക് തകരാറുന്നത്. ഇതിനകത്ത് ഒരു നമ്മൾ ആദ്യം പറഞ്ഞ ലിസ്റ്റില്ല, ഇതിനകത്ത് പ്രമേഹം മാത്രമല്ല അവിടുത്തെ പ്രശ്നം. നേരെ മുഴുകുണ്ടോ പ്രശ്നമുണ്ടോ? ഇപ്പൊ ആദ്യം കുറെ ലിസ്റ്റ് തന്നില്ല, പ്രമേഹം, ഹൃദ്രോഗം, അവിടേക്ക് എങ്ങനെ എത്തിപ്പെടാന്ന്. പ്രമേഹത്തിൽ മാത്രം ഒതുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതായത് ഈ പഞ്ചസാര, എണ്ണജങ്ങൾ, ഗോതമ്പ്, മൈദ, അതേമാതിരി ഫ്രക്ടോസ് അടങ്ങിയ ഈ പഴങ്ങൾ, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ കൂടും ബ്ലഡിൽ. ഇൻസുലിൻ കൂടുന്നതിനനുസരിച്ച് കരളിൽ കൊഴുപ്പ് നിറയും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഈ ചക്രം അങ്ങനെ തിരിഞ്ഞൊന്നുമില്ല, ആദ്യം കാണിച്ചില്ല ചക്രം. ഇതിന്റെ ഭാഗമായിട്ട് കൊഴുപ്പ് നിറയുമ്പോൾ സ്വാഭാവികമായിട്ട് പൊണ്ണത്തടി ഉണ്ടാവും.
വയറ് വീർക്കും, കുടവയറുണ്ടാവും, കരളിന് കൊഴുപ്പ് അറിയും. ഈ കരളിൽ വളരെ കൂടിയ അളവിൽ കൊഴുപ്പുണ്ടായി കഴിഞ്ഞാൽ അത് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ഒരു കൊള്ളാതെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് വിടും. അതാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ സാധനം. ബ്ലഡിൽ ട്രൈഗ്ലിസറൈഡ് കൂടാന്ന് പറഞ്ഞതിന്റെ അർത്ഥം കരളിനകത്തിലെ കൊഴുപ്പിനെ മറ്റ് സെല്ലുകൾക്കൊക്കെ കയറ്റി വിടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രൈഗ്ലിസറൈഡ് കൂടും. ട്രൈഗ്ലിസറൈഡ് കൂടി കഴിഞ്ഞാൽ HDL ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. HDL തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരേണ്ട ആളാണ്. അപ്പോൾ ആ പ്രൊപ്പോർഷൻ തെറ്റും. പിന്നെ ട്രൈഗ്ലിസറൈഡ് ബ്ലഡ് കൊഴുപ്പ് കൂടുന്നതിനനുസരിച്ച് ബ്ലഡിന്റെ വിസ്കോസിറ്റിയിൽ മാറ്റം വരും. സ്വാഭാവികമായിട്ടും പമ്പ് ചെയ്യാൻ്റെ ബുദ്ധിമുട്ട് കൂടും. കൂടുതൽ പ്രഷറിൽ പമ്പ് ചെയ്യേണ്ടി വരും. അതാണ് BP എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ. ബ്ലഡ് പ്രഷർ കൂടും. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഗ്ലൂക്കോസിന് കരളിൽ കൊണ്ടാനുള്ള ബുദ്ധിമുട്ട് കൂടുമ്പം രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടും. അപ്പം ബ്ലഡ് ഷുഗർ കൂടും. അപ്പൊ ഈ 5 ലക്ഷണങ്ങൾക്ക് മൊത്തം പറയുന്ന പേരാണ് മെറ്റബോളിക് സിൻഡ്രോം എന്നാണ്. ഇപ്പൊ ശാസ്ത്രത്തില് അതിന് പണ്ട് സിൻഡ്രോം X എന്ന് പറഞ്ഞു. ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞ ടെർമിനോളജിയിൽ മെറ്റബോളിക് സിൻഡ്രോം. ഈ മെറ്റബോളിക് സിൻഡ്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ തന്നെ മനസ്സിലാവും എങ്ങനെയാണോ വരുന്നതെന്നില്ലേ. പ്രമേഹം, ഹൃദ്രോഗം ഉണ്ടാകാൻ കാരണം പറഞ്ഞ ഇൻസുലിൻ കൂടുന്നതാണ് ബ്ലഡിൽ. ഇൻസുലിൻ കൂടുമ്പോൾ ഇൻഫ്ലമേഷൻ കൂടും, ബ്ലോക്ക് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് ഹൃദ്രോഗവും മറ്റേ സ്ട്രോക്ക് ഒക്കെ ഉണ്ടാകുന്നു. അതേമാതിരി വൃക്കരോഗങ്ങൾക്കും പ്രധാന കാരണം ഡിസെമിനേറ്റഡ് ആർട്ടറിയൽ ഡിസീസാണ്. ഇന്ന് ആർട്ടറികളിൽ ബ്ലോക്ക് വരുന്നുണ്ട്. പ്രമേഹത്തിന്റെ പിന്നെ പറയണ്ട എന്തായാലും കാര്യം. അർബുദത്തിന്റെ കാരണം പ്രധാനമായും ഇൻസുലിൻ കൂടുന്നതാണ്, ഗ്ലൂക്കോസ് ആണ്. കാരണം അർബുദം എന്ന് പറഞ്ഞാൽ ക്യാൻസർ സെല്ലുകൾക്ക് ജീവിക്കണമെങ്കിൽ ഗ്ലൂക്കോസ് നിർബന്ധമാണ്. അപ്പൊ നമ്മളെ സെല്ലുകൾ, ബാക്കി ആരോഗ്യമുള്ള സെല്ലുകൾക്കും അതിനും ഗ്ലൂക്കോസ് വേണം. പക്ഷേ ക്യാൻസർ സെല്ലിന് ഗ്ലൂക്കോസ് മാത്രമേ പറ്റുള്ളൂ. വേറൊരു സാധനം ഫ്യൂലായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. ആ അവസ്ഥയിൽ എത്തുമ്പോഴാണ് ക്യാൻസർ സെല്ലുകൾ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആദ്യമുള്ള മൈറ്റോകോൺഡ്രിയ സെല്ലുകൾക്കകത്ത് എനർജി ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് മൈറ്റോകോൺഡ്രിയ. അതിനകത്ത് ഗ്ലൂക്കോസും ഓക്സിജനും ചേർത്തിട്ടാണ് ഇലക്ട്രോണുകൾ എനർജി ഉണ്ടാക്കുന്നത്. ക്യാൻസർ സെല്ലുകൾക്ക് എന്താ പ്രശ്നം? മൈറ്റോകോൺഡ്രിയക്ക് ഡാമേജ് വരും. അപ്പോൾ അതിനകത്ത് ഈ പ്രോസസ്സ് നടക്കില്ല. ഓക്സിജനും ഗ്ലൂക്കോസും കൂടി ചേർന്ന് എനർജി ഉണ്ടാക്കുന്നത്. പകരം എന്താ ചെയ്യുക? ക്യാൻസർ സെല്ലുകൾ ജീവിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്നൊരു, അതായത് ഓക്സിജൻ ഭൂമിയിലുണ്ടാണെങ്കിൽ മുമ്പും ഇവിടെ പലജാതി സാധനങ്ങൾ ജീവിച്ചിരുന്നു. ജന്തുക്കളല്ല, മൈക്രോ ഓർഗാനിസം. അത് ചെയ്യുന്നത് വെച്ചാൽ ഗ്ലൂക്കോസിനെ ഫെർമെന്റ് ചെയ്യും, പൊളിപ്പിക്കും. നമ്മള് ഇതാക്കൂലെ ഫെർമെന്റ് ചെയ്യാന്നൊരു എന്തായാലും പറയാം, മദ്യമൊക്കെ പൊളിപ്പിക്കുന്നതിന്. അപ്പോൾ അതിനകത്ത് നിന്ന് എനർജി ഉണ്ടാവും. ഓക്സിജൻ സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഗ്ലൂക്കോസിനെ തന്നെ പൊളിപ്പിച്ചിട്ടാണ് എനർജി ഉണ്ടാക്കുക. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന സാധനം ഉണ്ടാവില്ല. അതിൻ്റെ ആദ്യത്തെ പറഞ്ഞ പ്രോസസ്സ് കുറേ കൂടി ഇതാണ്. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ക്യാൻസർ സെല്ലുകൾക്ക് ഗ്ലൂക്കോസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആരോഗ്യമുള്ള സെല്ലുകൾക്ക് ഗ്ലൂക്കോസിന് പകരം ഫാറ്റിൽ നിന്ന് കിട്ടുന്ന കീറ്റോണുകൾ ജീവിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മളെ ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ക്യാൻസർ സെല്ലുകൾ മാത്രം നശിച്ചു പോകും. 2-3 മാസം കൊണ്ട് നമുക്ക് ക്യാൻസർ ഇല്ലാതെയാവും. പിന്നെ ഉള്ള ക്യാൻസർ സെല്ലുകളെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് ഇൻസുലിൻ ഉണ്ട്. ഇൻസുലിൻ ഒരു ഫാറ്റനിങ് ഹോർമോണാണ്, ഗ്രോത്ത് ഹോർമോണാണ്. ഏത് സെല്ലിനെയും വളർത്താനുള്ള കഴിവുണ്ട്, ക്യാൻസർ സെല്ലിനെയും വളർത്തും. അപ്പം ഈ കാരണങ്ങൾക്കൊക്കെ പ്രധാനമായിട്ടുള്ള സംഗതി ഈ ഇൻസുലിൻ വർദ്ധിക്കുന്നതും അതിന്റെ ഭാഗമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇതിന്റെ രണ്ടിനും കാരണം നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് ഊർജാവശ്യത്തിന് കഴിക്കുന്നതിന്റെ അപ്പുറം കഴിക്കുമ്പോൾ ബാലൻസ് വരുന്നതാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചുരുക്കത്തില് ഈ രോഗങ്ങള് ആദ്യം പറഞ്ഞ 50 ചില്ലാൻ രോഗം വേറെ. ഇതിനൊക്കെ നമുക്ക് ഒഴിവാക്കാനുള്ള മാർഗം ഈ മെറ്റബോളിക് സിൻഡ്രോം ഒഴിവാക്കുന്നുള്ളത്. മെറ്റബോളിക് സിൻഡ്രോം ഒഴിവാക്കണമെങ്കിൽ ഈ സംഗതികൾ ഇല്ലാതാക്കണം. ഇൻസുലിന്റെ അളവ് കുറക്കണം. ബ്ലഡിൽ ഇൻസുലിന്റെ അളവ് കുറക്കണമെങ്കിൽ ഈ സംഗതികളൊക്കെ ഒഴിവാക്കണം. പ്രധാനമായിട്ട് പഞ്ചസാര, പിന്നെ റിഫൈൻഡ് കാർബുകൾ, അതേപോലെ മാംസ്യം, പ്രോട്ടീൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് ദിവസത്തിൽ 70-75 ഗ്രാം പ്രോട്ടീൻ ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ പ്രോട്ടീൻ കഴിച്ചാൽ അതിന് ഷുഗർ ആക്കി മാറ്റും ശരീരം. ഗ്ലൂക്കോനിയോജനിസിസ് എന്ന് പറയും. അതും അപകടമാണ്. അപ്പം പ്രോട്ടീൻ മിതമായ അളവിൽ കഴിക്കുക, കാർബോഹൈഡ്രേറ്റ് പരമാവധി ഒഴിവാക്കുക. പിന്നെ കഴിക്കാൻ പറ്റുന്ന സാധനം, ഒരു കുഴപ്പമില്ലാത്ത സാധനമാണ് ഫാറ്റ്. എത്രയും കഴിക്കുക. എന്താണ് മെറ്റബോളിക് സിൻഡ്രോം, അതിന്റെ ലക്ഷണങ്ങൾ ഇതറിഞ്ഞിരുന്ന കാര്യം മനസ്സിലാവും. നമ്മളെ ഉയരത്തിന്റെ പകുതിയെ നമ്മളെ അരവണ്ണം ഉണ്ടാകാൻ പാടില്ല. നമ്മളെ എന്തായാലും പറയാ ഇതില്ല, പൊക്കിളിന്റെ ചുറ്റുള്ള ചുറ്റളവ്, വേസ്റ്റ് ലൈൻ. ഇത് ഉയരം ഒരാൾക്ക് 1.70 ആണെങ്കിൽ 85 സെന്റിമീറ്ററിലധികം വണ്ണം ഉണ്ടായിരുന്നു. പൊക്കിളിന്റെ ജസ്റ്റ് മുകളിലായിട്ട് ടൈപ്പ് പിടിച്ച് അളക്കുക. അത് 85 സെന്റിമീറ്ററിലധികം ഉണ്ടെങ്കിലും അവന്റെ കരളിൽ കൊഴുപ്പ് നിറയാൻ തുടങ്ങിയതിൻ്റെ അർത്ഥം. അപ്പം എല്ലാവർക്കും അളക്കാൻ പറ്റുക ആദ്യത്തെ ലക്ഷണം അതാണ്. ഫസ്റ്റിൽ അത് വന്നു കഴിഞ്ഞാൽ 85 ഇതിന്റെ ഉയരത്തിന്റെ പകുതിയിൽ കൂടുതൽ അരവണ്ണം ഉണ്ടായാൽ
മെറ്റബോളിക് സിൻഡ്രോത്തിൻ്റെ ഒരു ലക്ഷണമാണ്. രണ്ടാമത്തെ ലക്ഷണം നമ്മളെ ബ്ലഡ് പ്രഷർ 130/85 കൂടുക. അതേപോലെ ഷുഗർ ഫാസ്റ്റിംഗ് ചെയ്ത് 100-ലധികം ഉണ്ടാവുക. ട്രൈഗ്ലിസറൈഡ് ഫാസ്റ്റിങ്ങിൽ 150-ൽ കൂടുതലുണ്ടാവുക. HDL 40-ൽ കുറയാം. പെണ്ണുങ്ങളാണെങ്കിൽ 50-ൽ കുറയാൻ പാടില്ല, കൂടുതൽ വേണം HDL. അപ്പോൾ ഇത്രയും ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 3 ഉണ്ടാവുകയാണെങ്കിൽ ബാക്കി 2 ഉണ്ടായിക്കോളും ഉടനെ തന്നെ. അവർക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെന്നതിൻ്റെ അർത്ഥം. ഓരോരുത്തർക്കും ചെക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഇത്രയും സംഗതികൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഈ സംഭവം വന്നിട്ടുണ്ടോന്നില്ല. അത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള രോഗങ്ങൾ ഏതാ ആദ്യം വരാൻ നിങ്ങളെ ഭാഗ്യം വരെ. ഹാർട്ട് അറ്റാക്ക് വന്നാൽ കഴിച്ചിട്ട് അതിൽ തീർന്നോളും. ഷുഗർ ആണെങ്കിൽ ആ പ്രശ്നം അങ്ങനെ നരകിച്ച് മരിക്കേണ്ടി. അപ്പം ഇതാണ് പ്രശ്നം. ഇപ്പം ഇത് 1797 ജയിച്ചിട്ടൊരു കക്ഷിയാണ് വില്യം ബാൻഡിങ്. ബാൻഡിങ് ഡയറ്റ് എന്ന് തന്നെയാണ് ആദ്യം ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നത്. 200 കൊല്ലം മുമ്പാണ്, പുതിയ സംഭവമൊന്നുമല്ല. അയാൾ ഇതേമാതിരി ഭയങ്കര തടിയാണ്, ഓവർ വെയിറ്റുള്ള ആളാണ്. എന്തായാലും പറയാം, അണ്ടർടേക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞില്ല ഇവന്റ് മാനേജ്മെന്റ്, കല്യാണത്തിന് പന്തലിടും ചോറുണ്ടാക്കി കൊടുക്കും, ഇങ്ങനെയൊക്കെ ഏറ്റെടുക്കുന്ന കരാറായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് തീറ്റിന്റെ കാര്യത്തിൽ എവിടെയും പോകില്ല. ഇപ്പൊ നമ്മളൊക്കെ പണ്ടരികളെ കണ്ടില്ല, വാളിലേക്ക് ചാടി, അതിൻ്റെയൊക്കെ ആ ടൈപ്പ് തന്നെ പെരും തടിയാണ്. പല വഴിയും നോക്കി തടി കുറക്കാൻ, എന്ത് ഫാറ്റ് കുറച്ച് നോക്കി, പ്രോട്ടീൻ കുറച്ച് നോക്കി, എന്ത് കുറച്ചിട്ട് എവിടെ പോയി അവസാനം കാർബോഹൈഡ്രേറ്റ് കുറക്കാൻ തുടങ്ങിയോട് കൂടി തടിയാണ് പോയി. അതാണ് ആള് വലിയ പുസ്തകം എഴുതി, ഇതിന്റെ പേര് ലെറ്റർ ഓൺ കോർപ്പുലൻസ് അഡ്രസ് ടു പബ്ലിക് എന്നാണ്. ഈ ടൈമിൽ ഏകദേശം ഇതിന്റെ അടിയിലേക്ക് എഴുതിയതാണ്. ഇയാൾ പറയുന്നതാണ് പഞ്ചസാരയും ധാന്യങ്ങളും ഒഴിവാക്കി കഴിഞ്ഞാൽ തടി കുറയും, പ്രമേയവും ഇതൊക്കെയാണ്. ആദ്യമായിട്ട് അതിനെ പറ്റി പുസ്തകമായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കക്ഷി, കനേഡിയൻ നെഫ്രോളജിസ്റ്റ് ജെയ്സൺ ഫങ്. മൂപ്പരെ പ്രശ്നം എന്ന് വെച്ചാൽ മൂപ്പര് വൃക്കരോഗികളെയാണ് ചികിത്സിക്കുന്നത്. വന്നാൽ ഡയാലിസിസ് ചെയ്യുക, കുടിങ്ങളിലേക്ക് കിഡ്നി മാറ്റിയൊക്കെ ഇങ്ങനത്തെ പണികളൊക്കെ. മൂപ്പര് നോക്കുമ്പോൾ ഒരു 80% കിഡ്നി രോഗികളും ഡയബറ്റിക്കുകളാണ്. അപ്പോൾ ഈ ഡയബറ്റീസും ഇതും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന്. ഡയബറ്റീസ് മാറ്റാതെ കിഡ്നി രോഗം ചികിത്സിച്ചാൽ ശരിയാവില്ല എന്ന് എനിക്ക് ബോധ്യം. പിന്നെ അയിമക്കായി പറഞ്ഞു. അങ്ങനെയാണ് ഈ ലോകത്തിൽ വലിയ സംഭാവനകൾ ഇയാൾ കൊടുക്കാൻ കാരണം. 3 വലിയ പുസ്തകം എഴുതിയില്ല, വലിയതല്ല, മഹത്തായ 3 പുസ്തകങ്ങൾ. ഒന്ന് ഒബീസിറ്റി കോഡ്, പിന്നെ കംപ്ലീറ്റ് ഗൈഡ് ടു ഫാസ്റ്റിംഗ്. ഇപ്പോൾ അവസാനം ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പുസ്തകം റിലീസ് ചെയ്തു, ഡയബറ്റിസ് കോഡ് എന്ന് പറഞ്ഞിട്ട്. ഡയബറ്റിസ് കോഡൊക്കെ ഓൺലൈനിൽ കിട്ടും, വായിച്ചു നോക്കി. ഇതൊരു ഇങ്ങനത്തെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഒരു യാതൊരു ലാഭേച്ഛയില്ലാതെ അയാളെ 24 മണിക്കൂർ ഇതിനു വേണ്ടി മെനക്കെട്ടത് കുറേ വായിച്ച് പഠിച്ച് അത് അയാൾക്ക് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന നല്ല ഭാഷയിൽ, ഡോക്ടർമാരുടെ ഭാഷ നമുക്ക് തിരിയില്ലല്ലോ, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അയാൾ പറഞ്ഞ് അത് ബ്ലോഗുകളായിട്ട് ആഴ്ചയിൽ 1-2 ബ്ലോഗുകൾ വരുന്നുണ്ട് അയാളുടെ സൈറ്റിൽ. IDM പ്രോഗ്രാം എന്നിട്ട് വെബ്സൈറ്റ് ഉണ്ട്, അതിലുണ്ട് ബ്ലോഗ്സ്. അതേമാതിരി 3 പുസ്തകങ്ങൾ, കനപ്പെട്ട 3 പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഒരു പൈസ അയാൾക്ക് ലാഭമില്ല. അയാൾ അധ്വാനം സമ്പത്തൊക്കെ ഇതിനു വേണ്ടി ചിലവാക്കുക. എങ്ങനെയൊക്കെ മനുഷ്യന്മാരാണ് എനിക്കറിയില്ല. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ അയാളെ കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അടുത്ത ഇയാൾ പറയുന്നത് ഇത് അതിൽ AD ഒക്കെ സംഭവമുണ്ട്, അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ. അവർ 2 സംഗതികൾ അവരുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. ഒന്ന്, പ്രമേയം ഒരിക്കലും മാറില്ല. ഡയബറ്റീസ് ഈസ് എ ക്രോണിക് ആൻഡ് പ്രോഗ്രസീവ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതങ്ങനെ കൂടിക്കൊണ്ട് ഒരിക്കലും ഇല്ലാതെയാവില്ല, കുറയില്ല. നിങ്ങൾ എത്ര മരുന്ന് അടിച്ചിട്ടും കാര്യമില്ല, മരുന്നിൻ്റെ എണ്ണം കൂട്ടാന്നല്ലാതെ പ്രമേയം ഇല്ലാതെയാണ് പ്രശ്നമില്ല. ഇറ്റ്സ് എ ക്രോണിക് ആൻഡ് പ്രോഗ്രസീവ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറൂല എന്നതിൻ്റെ അർത്ഥം. പ്രമേയം വന്ന് പിടിച്ചാൽ നിങ്ങളെയും കൊണ്ടേ പോവുള്ളൂ. അതാരെ പറഞ്ഞതറിയാം, അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ. കുറഞ്ഞ പരിപാടിയൊന്നുമില്ല, ലോകത്തെ കഴിഞ്ഞിട്ടുള്ളൂ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാനൊരാളാണ്. പറഞ്ഞാൽ ഇതൊരു സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതായിരുന്നു ഈ ജെയ്സൺ ഫങ്ങിനെ പോലെക്കുന്ന ആൾക്കാരില്ലായിരുന്നെങ്കിൽ. പിന്നെ ഇൻസുലിൻ കുത്തിവെപ്പുകൊണ്ട് ബ്ലഡ് ഷുഗർ കുറക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് രണ്ടാമത്തെ ഒരു അഭിപ്രായം അവർ പറയുന്നത്. ഇതെന്താ കുഴപ്പമില്ലല്ലേ? അപ്പൊ ഇൻസുലിൻ കുത്തിവെച്ചാലും കുഴപ്പമില്ല, രക്തത്തിലെ പഞ്ചസാര കുറച്ചാൽ മതി എന്നാലും പറഞ്ഞു. ഈ 2 സംഗതിയും 100% തെറ്റാണ്, തെളിയിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഇവരിപ്പം വെബ്സൈറ്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, ഇവരിപ്പോൾ ഇമ്മ തന്നെ ഉണ്ട്. AD എങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മളെ ഡാക്ടർമാരെ പറഞ്ഞിട്ട് കാര്യമുണ്ട്, അതിലപ്പുറം വേറെ എന്റെ അഭിപ്രായം പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് ലോകത്ത് മൊത്തത്തിലെ തെറ്റാണ്. ഇത് 2 തെറ്റാണെന്ന് നമുക്ക് നമ്മൾക്ക് പറയാൻ പോകുന്നത്. ബാരിയാട്രിക് സർജറിനെ പറ്റി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. വലിയ തടിമണ്ണൊക്കെ ആൾക്കാർ സർജറിയാണ്. നമ്മൾ ആമാശയം കൊണ്ട് ചെറുതാക്കും. ഒന്നിൽ സർജറി എത്തിയിട്ട് വെട്ടിച്ചുരിക്കും, അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്യും, അല്ലെങ്കിൽ ബാൻഡിങ് ആണ്, ഉള്ളിൽ നിന്ന് ടൈപ്പ് കിട്ടും.
എന്നാൽ ഇപ്പം കഴിക്കുന്നതിൻ്റെ 10 രൂപ പക്ഷേ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റും. ഒരു പേരക്കൻ്റെ ഒക്കെ അളവിൽ ഭക്ഷണം കഴിച്ചാൽ വയറാണെന്നാണ്. തടി കുറയില്ലാതെ പിന്നെ എന്താ ചെയ്യുക? ഒരു 3-4 മാസം കൊണ്ട് ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ വരും. ബലൂണിലൊക്കെ ആക്കി വെച്ചാൽ മതി. അതാണ് ബാരിയാട്രിക് സർജറി. നമ്മളെ പ്രശ്നം അതല്ല. ഇയാളെ ഡയബറ്റീസ് മാറുന്നുണ്ട്. 2 മാസം കഴിയുമ്പോഴത്തേന് ബാരിയാട്രിക് സർജറി നടത്തി 2 മാസം കഴിയുമ്പോഴത്തേനും അവൻ്റെ ഇൻസുലിനും ഗുളിയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. അവൻ്റെ ബ്ലഡ് ഷുഗർ നോർമലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ADA പറഞ്ഞില്ല ഇതൊരിക്കലും മാറില്ലാന്ന്. ബാരിയാട്രിക് സർജറി നടത്തിയിട്ട് ഡയബറ്റിക് മാറുന്നുണ്ട്. ഡയബറ്റീസ് മാറുന്നുണ്ട് ബാരിയാട്രിക് സർജറി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും ബാരിയാട്രിക് സർജറി നടത്തണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ADA പറഞ്ഞ സംഗതി തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ബാരിയാട്രിക് സർജറിക്ക് അതിൻ്റെതായ ഒരുപാട് ദൂഷ്യങ്ങൾ വേറുണ്ട്. അവർക്കൊന്നും ആരും പോകണ്ട, അല്ലാതെ നമുക്ക് മാറ്റാം. പിന്നെ ഇടക്കിടക്ക് ഉപവാസം നിർത്തുക, ഭക്ഷണം ഒഴിവാക്കുക. ഒന്ന് ഫുൾ ഡേ ഭക്ഷണം കഴിക്കണ്ടാക്കുക, വെള്ളം മാത്രം കുടിക്കുക. നാളെ കുറച്ചൊക്കെ കഴിക്കുക, മറ്റന്നാളൊന്നും കഴിക്കണ്ട. അങ്ങനെ ആൾട്ടർനേറ്റ് ഡേയ്സിൽ 24 മണിക്കൂർ വാട്ടർ ഫാസ്റ്റിംഗ് നടത്തുകയാണെങ്കിൽ ഇൻസുലിൻ ഉണ്ടാവും. ഇൻസുലിൻ പൊന്തണമെങ്കിൽ ഭക്ഷണം കഴിക്കണമല്ലോ. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇൻസുലിൻ്റെ അളവാണ് കുറയും. ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോൾ കരളിലെ ഫാറ്റെല്ലാം കൂടി പുറത്തും ഇങ്ങോട്ട് വരും. അങ്ങോട്ട് പോണതിന് വരെ ഇങ്ങോട്ട് വരും. അതാണ് പ്രശ്നം. അപ്പോൾ ഇൻസുലിൻ കുറയുന്നതിനനുസരിച്ച് കരളിലെ ഫാറ്റ് കുറയും. കരളിലെ ഫാറ്റ് കുറയുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, പ്രമേയം കുറയും. സിമ്പിൾ. അങ്ങനെയായിരുന്നു പണ്ട് പ്രമേയത്തിന് ചികിത്സിച്ചിരുന്നു. പണ്ട് കാലത്തെ ചികിത്സാ രീതി അതായിരുന്നു, ഫാസ്റ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് മാറിയിരുന്നു പ്രമേയം. ഇത് മാറിയതെന്ന്, ഈ പ്രവണത തെറ്റിയെന്നെങ്ങനെ വെച്ചാൽ ടൈപ്പ് 1 ഡയബറ്റീസിൽ വേറെ സാധനമാണ് ആദ്യം കൊടുത്ത ലിസ്റ്റിൽ. അതിൽ ഈ പാൻക്രിയാസിനകത്തെ ബീറ്റാ സെല്ലുകൾക്ക് ഡിസ്ഫങ്ഷൻ, ഡാമേജ് വരുന്നു. തീരെ ഇൻസുലിൻ ഉണ്ടാവില്ല. അങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ അസുഖത്തിന് ഒരു ചികിത്സയില്ല. ഇനി ഡയറ്റ് കൊണ്ടൊന്നും വലിയ ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ കുറഞ്ഞ ഇൻസുലിൻ എന്തായാലും വേണം ബ്ലഡിൽ, അതുണ്ടാവില്ല. അപ്പോൾ എന്താ ഉപയോഗിക്കുക വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാതെ, ബ്ലഡിൽ കുറേ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നല്ലാതെ സെല്ലുകൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ മെലിറ്റസ് തന്നെ പറയും, മെലിറ്റസ് ഇങ്ങനെ ഉരുകി പോകും. അങ്ങനത്തെ ആൾക്കാരെ കണ്ടു. ഇപ്പം ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഇൻസുലിൻ കണ്ടുപിടിച്ചോടുകൂടി ആ പ്രശ്നം തീർന്നു. ആ സമയത്ത് ഇങ്ങനെ കുത്തിനോടുകൂടി ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, വലിയ പ്രശ്നമില്ലാതെ പോയി. അപ്പോൾ ഇത് കണ്ടപ്പോൾ മറ്റൊരു മരുന്ന് കമ്പനിക്കാർക്ക് ഒരു ഐഡിയ, എന്തായാലും ഇപ്പോൾ ഇത് കുത്തിയാൽ ഷുഗർ കുറയുന്നുണ്ടല്ലോ, അപ്പോൾ ടൈപ്പ് 2കാർക്കൊന്ന് കുത്തി നോക്കിയാലോ. കുത്തി നോക്കിയപ്പോൾ അവർക്കും കുറയുന്നുണ്ട്. ഉറപ്പന്നല്ലേ, ബ്ലഡിൽ ഗ്ലൂക്കോസ് ഒക്കെ ആവും, കരൾക്ക് പോകുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ പിന്നെ എളുപ്പമായി. ഇപ്പം പട്ടിണി അടക്കാൻ പറഞ്ഞാലും ഉപവസിക്കാൻ പറഞ്ഞാലും ഇപ്പം മരുന്ന് കമ്പനിക്കാർക്ക് കാര്യമൊന്നുമില്ലല്ലോ. ഇതാവുമ്പോൾ കാര്യമാണ്. അങ്ങനെയാണ് പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസിന് സാധനം ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നെ ബാക്കി ഗുളികളൊക്കെ അതിൻ്റെ വകയിൽ വൈദ്യുതിന് വരാൻ തുടങ്ങി. ചുരുക്കത്തിൽ ടൈപ്പ് 1 ഡയബറ്റീസിന് ചികിത്സിക്കുന്ന രീതിയിൽ ടൈപ്പ് 2 ഡയബറ്റീസിനെ ചികിത്സിക്കാൻ തുടങ്ങിയതാണ് പ്രമേയ ചികിത്സയിൽ ഏറ്റവും വലിയ അബദ്ധം സംഭവിച്ചത്. വെള്ളം കുടിക്കട്ടെ. ഒരുപാട് നീണ്ടുകൊണ്ടാവും, നിർത്തണം. പിന്നെ അപ്പൊ അതിപ്പം പറയുമ്പോൾ നോക്കും വലിയ ഇടക്കിടക്ക് ഇങ്ങനെ പടിഞ്ഞെടുക്കാൻ. അതിൻ്റെ എളുപ്പമുള്ള വഴിയാണ് അടുത്തത്, ലോ കാർബ് ഹൈ ഫാറ്റ് ആയിട്ട് നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ പ്രാക്ടിക്കൽ. ഇറച്ചി എന്ന മുട്ട എന്ന വേറെ ദേശമൊന്നുമില്ല, പട്ടിണിയൊക്കൊന്നും വേണ്ട. ഒരു ദിവസം പോലും പട്ടിണിയെടുക്കണം. വയറിറച്ചി തിന്നാം. വയറിറച്ചി തിന്നാറിഞ്ഞാലേ തെറ്റുണ്ട്. കാരണം വയറിറച്ചി ആരെ കൊണ്ട് തിന്നാൻ പറ്റില്ല. ഫാറ്റ് ചോറൊന്നും ആരും ഇറച്ചി തിന്നാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അത് ആവശ്യത്തിന് വിഷമം മാറാൻ മാത്രമേ കഴിക്കാനേ പറ്റുള്ളൂ. അപ്പം നിർത്താൻ തോന്നും, മടുപ്പ് വരും. അപ്പം ഈ 3 രീതിയിൽ നമുക്ക് ടൈപ്പ് 2 പ്രമേയത്തിനെ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താൻ പറ്റും. ആദ്യത്തേക്ക് ആരും പോകണ്ട, അപകടം വളരെ കൂടുതലാണ്. ബാക്കി 2 കുഴപ്പമില്ലാത്തതാണ്, ഏറ്റവും എളുപ്പമുള്ള അടിയത്താണ്. പിന്നെ കുറച്ചൊന്ന് മെനക്കെട്ടാൽ 2ാമത്തെ ചെയ്യാം. ഇത് 2ഉം കൂടി ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇഫക്റ്റ് ഉണ്ടാവും. അങ്ങനെ ചെയ്ത ആൾക്കാരാണ് ഇതൊക്കെ. എത്ര പെട്ടെന്നാണ് അതൊക്കെ കുറഞ്ഞത്? 50 കിലോറ്റാണ് ഒറ്റടിക്ക് കുറഞ്ഞത്. അതേമാതിരി നോക്കി, ഇതൊരു ഇന്ത്യൻ വെറൈറ്റിയാണ്. തമിഴ്നാട്ടുകാർ, നമ്മളെ സജിൻ്റെ നാട്ടുകാരാണ്. അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, indianlch.com എന്നുണ്ട്. ടീന എന്നുണ്ട് ഈ പെണ്ണുങ്ങൾ. തേടി ഒരുപാട് കുറച്ച് തരും. ഇത് നമ്മളെ കേസാണ്, പേഴ്സണൽ. ഇപ്പോൾ മരുന്നൊന്നുമില്ല. ആദ്യം 4 ഗുളിക ഉണ്ടായിരുന്നു. അതിലൊന്ന് മെറ്റ്ഫോമിൻ 1 ഗ്രാമിൽ 500 2 ഗുളികയായിട്ട് ഞാൻ കൂട്ടി. ഷുഗർ കുറഞ്ഞു, ട്രൈഗ്ലിസറൈഡ് കുറഞ്ഞു. വെയിറ്റിൻ്റെത് 72 കിലോ ഉള്ളപ്പോൾ 60 കിലോ. അരവട്ടാണ് 36 ഇഞ്ചുള്ള 36 ഒറ്റയടിക്കൊക്കെ കുറഞ്ഞു. പാൻറ്റൊക്കെ കണ്ട് ഒഴിവാക്കണം. ആര് തയ്യാറായി ഫസ്റ്റ് പാൻറ്റ് ഒറ്റയടിക്കാണ് പോയി. പിന്നെ അപ്പോൾ അത് മാറുന്നില്ല. ഇപ്പം എൻ്റെ കാര്യത്തിൽ എനിക്ക് ബോധ്യമാണ്. പിന്നെ കുറേ തെളിവുകൾ ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ടെസ്റ്റ് ചെയ്താലും അറിയും ചെയ്യാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ശ്രമിച്ചു നോക്കി ഒരാഴ്ച കൊണ്ട് തന്നെ വരാതെ. ഇതിൽ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഉള്ള പ്രശ്നം പോലെ ഇതിൻ്റെ ശാസ്ത്രം പഠിച്ചിട്ടും മറ്റൊന്നുമില്ല.
ഒരു വെറുതെ ട്രൈ ചെയ്ത് നോക്കിയാണ്. കാരണം 2 നേരം 3 നേരം ഇൻസുലിനെ കുത്തുന്നതിന് കുറച്ച് മൂര്യർച്ചി എന്നാലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ തുടങ്ങിയ ഒരാഴ്ച കൊണ്ട് കയറി അറിയുന്നുണ്ട്. പിന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം, അത്രേ ഉള്ളൂ. റിസൾട്ടാണ് ഇതിൽ. വേറെ ശാസ്ത്രബന്ധത്തൊന്നും നിങ്ങൾ പോയില്ലേലും കുഴപ്പമില്ല. ജസ്റ്റ് നിങ്ങളത് പരീക്ഷിച്ച് നോക്കിയാൽ മതി. ഒരാഴ്ച എനിക്ക് വേണ്ടി ചെയ്താൽ മതി. റിസൾട്ടുകൾ കാണും. നിങ്ങൾ നാളെ ബ്ലഡ് റിസൾട്ട് എടുക്കുക, ഒരാഴ്ച ഡയറ്റ് ചെയ്യുക, അടുത്ത ആഴ്ച വീണ്ടും നോക്കുക. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുക. 200 ഷുഗർ നേരെ 100 പോയിട്ടുണ്ടാവും. ട്രൈഗ്ലിസറൈഡ് കുറഞ്ഞിട്ടുണ്ടാവും, HDL കൂടിയിട്ടുണ്ടാവും. നമ്മൾ വെയിറ്റ് പിടിച്ചു നോക്കി 1 കിലോ കുറഞ്ഞിട്ടുണ്ടാവും, വേസ്റ്റ് കുറഞ്ഞിട്ടുണ്ടാവും. എല്ലാം പോസിറ്റീവാണ്. പിന്നെ ഇനിയിപ്പോൾ എന്ത് ശാസ്ത്രമായാലും എന്താ സംഗതിയാണോ പോലെ. ഞാനീ പറഞ്ഞ ആദ്യം കാണിച്ച ഡയഗ്രം കണ്ടില്ല, അതന്നെ ഇതിന്റെ ശാസ്ത്രമാണ്. സാധാരണ ഫിസിയോളജി തന്നെയാണ്, ബയോകെമിസ്ട്രിയാണ്. അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു തട്ടിപ്പും വട്ടിപ്പൊന്നുമില്ല. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ബയോളജി പഠിച്ചവർക്ക് ഒരു ഐഡിയ എടുത്ത് പറഞ്ഞു. അപ്പൊ ഇതിപ്പോ രണ്ടാമത്തെ ഐഡിയ പറഞ്ഞു, ഇൻസുലിൻ കുത്തിയാൽ കുഴപ്പമില്ല, നല്ലതാണെന്ന്. അത് തെറ്റാണെന്ന് സ്റ്റഡീസ് മുഴുവൻ തെളിയിച്ചത്. ഒരു 7ഓളം സ്റ്റഡികൾ നടന്നിട്ടുണ്ട്. ഇത്രയും സ്റ്റഡീസിൽ തെളിയിച്ചത് ഇൻസുലിൻ ഉപയോഗിച്ചിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് കുറച്ച് കഴിഞ്ഞാൽ മരണം കൂടെ ചെയ്യുക. 22% ഉണ്ടാകും. ഒഫീഷ്യൽ സ്റ്റഡിയാണ്. ഇതല്ല ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മെഡിക്കൽ ജേർണലാണ്. അതിൽ പബ്ലിഷ് ചെയ്ത റിസൾട്ടാണ്. 3 കൊല്ലം കൊണ്ട് 22% മരണം കൂടിയേക്കാണ് ഇൻസുലിൻ കുത്തിയേക്കുന്ന ആൾക്കാർ. ഷുഗർ ഇൻസുലിൻ കൊണ്ട് കുറച്ചുകൊണ്ട് മരണം കൂടല്ലാതെ കുറയില്ല എന്നർത്ഥം. വെറുതെ എന്തിനത് കുത്താൻ പോകുന്നത്? ഷുഗർ കൂടുന്നതിനേക്കാണ് അപകടമാണ് ഇൻസുലിൻ കുത്തുന്നതെന്ന് ചുരുക്കം. അത് ഒരു സ്റ്റഡി മാത്രമല്ല, അതൊരു 7 സ്റ്റഡികൾ ഒരേ റിസൾട്ടാണ് കിട്ടില്ല. പല മരുന്നുകൾ വെച്ചിട്ട്, അത് മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ഷുഗർ കുറച്ചിട്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല. നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ട് തന്നെ ഷുഗർ കുറക്കണം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ല, ടൈപ്പ് 1 ഡയബറ്റീസിന്റെ കാര്യം. ഇൻസുലിൻ കുത്തിവെക്കാനുള്ള കാരണം അതാണ്, ഈ രീതിക്ക് ചികിത്സ മാറാനുള്ള കാര്യം. നമ്മൾ ചെയ്യുന്ന പണി ഇതാണ്, ഇൻസുലിൻ കുറക്കുകയാണ്. ഇൻസുലിൻ കൂടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാണ്. ഇൻസുലിൻ കുറക്കുക, ഇൻസുലിൻ കുറയുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. അതിന് അന്നജ കുറഞ്ഞ ഭക്ഷണം കഴിക്കാം. അതിനാണ് ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ്. അപ്പോൾ ഇത് കരളിലുണ്ടാകുന്ന കൊഴുപ്പിന്റെ ഭാഗമായിട്ട് കുറയും. ഇൻസുലിൻ കുറയുന്നതിനനുസരിച്ച് അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 24 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യാം ഇടവട്ട ദിവസങ്ങളിൽ. അതോടുകൂടി സംഗതികളൊക്കെ റെഡിയാവും. എന്താ കാരണം വെച്ചാൽ അന്നജം കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇൻസുലിൻ സെക്രീഷൻ പാൻക്രിയാസിൽ. പ്രോട്ടീൻ കഴിക്കുമ്പോൾ കുറച്ചുണ്ടാവും, കൊഴുപ്പ് വെക്കുമ്പോൾ വളരെ കുറച്ച് മിനിമൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കൊഴുപ്പ് കൂടുതൽ കഴിക്കാൻ പറ്റും. കൊഴുപ്പ് കഴിച്ചാൽ ഇൻസുലിൻ കൂടില്ല, കരളിൽ കൊഴുപ്പുണ്ടാവില്ല, ഫാറ്റ് ലിവർ ഉണ്ടാവില്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല, ഡയബറ്റീസ് ഉണ്ടാവില്ല. സിമ്പിൾ. ഫാറ്റ് കഴിച്ചോളി, വേറെ അപകടമൊന്നുമില്ല. അന്നജം കഴിക്കുമ്പോഴാണ് ഫാറ്റ് ഡെപ്പോസിറ്റ് ആണ് കരളിൽ. കൊഴുപ്പ് കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൽ അത് കൈലോമൈക്രോൺസ് എന്ന രൂപത്തിൽ ചെറുകുടൽ നിന്ന് മാറിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടെ നമ്മുടെ പോർട്ടൽ മസിലുകളിലൊക്കെ ഇതുണ്ട്, എന്തെങ്കിലും പറയാം, ഫാറ്റ് സെല്ലുകൾ, ഡിപ്പോസൈറ്റ്സ്, അവിടെ പോവാം. ഈ ഫാറ്റ് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ തൊലിന്റെ അടിയിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയും. ഈ ഫാറ്റ് ഇല്ലെങ്കിൽ അപകടം. അപ്പോൾ ഫാറ്റ് നല്ലോണം കഴിച്ചാൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് കൂടും. വയറിന്റെ അകത്തിന്റെ ലിവറിലും ബാക്കി കുടലിലും ഒക്കെ ഉണ്ടാണ് വിസറൽ ഫാറ്റ് എന്ന സാധനം. അന്നജം കഴിക്കുമ്പോഴേ കൂടാ, ഫാറ്റ് കഴിക്കുമ്പോൾ കൂടില്ല. അതാണ് ഈ വിസറൽ ഫാറ്റാണ് അപകടം ഉണ്ടാക്കുന്നത്. ആദ്യം പറഞ്ഞ ഫാറ്റ് ലിവറൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അന്നജം കുറയ്ക്കുക, കൊഴുപ്പ് കൂട്ടുക. ഇതേമാതിരി നമ്മളെ ഭക്ഷണ ഫുഡ് പിരമിഡിൽ ചെറിയൊരു മാറ്റം വരുത്തുക. ആദ്യം പറഞ്ഞ 75% കാർബോഹൈഡ്രേറ്റാണ് ഉള്ള ഔദ്യോഗിക പിരമിഡ്. LCH പിരമിഡിൽ 75% കൊഴുപ്പാണ്, 20% പ്രോട്ടീന്, ഒരു 5% താഴെ മാത്രം കാർബോഹൈഡ്രേറ്റ്. ഈ ഭക്ഷണം കഴിക്കുക. ഇതിലിപ്പോ എന്തെങ്കിലും അപകടങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട്? ബീഫ്, മട്ടന്, പച്ചക്കറികൾ, അവക്കാഡോ എന്ന് പറഞ്ഞ സാധനം ഇതാണ് നമ്മളെ ബട്ടർ ഫ്രൂട്ട്, ബ്രോക്കോളി, പൂവിന്, മഷ്റൂം, കോഴിമുട്ട, ബട്ടർ, പച്ചക്കറികൾ, ഒലിവ് ഓയിൽ, വെളിച്ചെണ്ണ, മീന്, പിന്നെ ഇതൊക്കെ ചീസ്, ഫെറ്റ ചീസ്, എല്ലാ ജാതി ചീസ്, പിന്നെ നട്ട്സ്, ബദാം, അത് ഇതൊക്കെ, മിൽക്ക് ക്രീം, പിന്നെ മുട്ടക്കോസ്. ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റിൽ കഴിക്കേണ്ടത്. പിന്നെ ഏകദേശം ഒരു ഐഡിയ ഇട്ടില്ല. കഴിക്കാൻ പാടില്ലാത്ത ഏതൊക്കെയാന്ന് നോക്കി. അപ്പോൾ ആൾ കഴിക്കുന്ന സാധനമൊക്കെ പാടില്ല. ബ്രെഡ്, ചോറ്, പഴങ്ങൾ, ബിയർ, ഡോനട്ട്സ് പറഞ്ഞാൽ നമ്മളെ മനസ്സിലായല്ലോ, സ്വീറ്റ്സ് ആണ്. പിന്നെ ചോക്ലേറ്റ്, സോഡ, കൊക്കക്കോള, പെപ്സി, ക്യാൻഡീസ്, ഈ സാധനമൊക്കെ കൊണ്ട് ഒഴിവാക്കുക. ഈ സാധനങ്ങളൊക്കെ കഴിക്കുക. നമ്മളെ അസുഖങ്ങളൊക്കെ മാറും.
ഇതാണ് ഒരു ടിപ്പിക്കൽ ബ്രേക്ക്ഫാസ്റ്റ് LCHF. 250 ഗ്രാം ബീഫ് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഇത് ബട്ടറും മുട്ടൻ്റെ മഞ്ഞയും കൂടി അടിച്ചിട്ടുള്ളൊരു സോസാണ്. പിന്നെ കുറച്ച് പച്ചക്കറി, അതും ബട്ടറിൽ ഫ്രൈ ചെയ്യാം. രാവിലെ അത് കഴിക്കുന്നതിൻ്റെ കൂടെ 2 ഗ്ലാസ് കട്ടൻ കാപ്പിയോ കട്ടൻ ചായ മധുരടാതെ കുടിക്കുക, നേരെ പോയിക്കൊള്ളി. പിന്നെ പിറ്റേന്ന് രാവിലെ അലച്ചാൽ മതി ഭക്ഷണത്തിന് പറ്റും. വെള്ളം അങ്ങനെ അടുത്ത് ഇങ്ങനെ കുടിച്ചാൽ മതി. കോൺക്രീറ്റ് ചെയ്താണ്ട് ക്യൂർ ചെയ്യില്ല. അതേമാതിരി ഇതൊക്കെയാണ് ഇപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് ലിസ്റ്റ്. അപ്പോൾ ഇതിൽ കൂടി ഒന്നും വായിക്കാൻ തന്നെ കിട്ടില്ല. ഇതൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനം, ഇതൊന്നും കഴിക്കാൻ പറ്റാത്തതില്ല. വായിക്കൊന്നും വേണ്ടല്ല. ഇതൊക്കെ പച്ചക്കറികളാണ്. പിന്നെ നട്ട്സ്, വാൾനട്ട്, ബദാം, കാഷ്യൂ, പിന്നെ അവക്കാഡോ നല്ല പഴങ്ങൾ, സ്ട്രോബെറി, ഗ്രേപ്പ് ഫ്രൂട്ട്. ഗ്രേപ്പ് ഫ്രൂട്ട് പറഞ്ഞാൽ ഗ്രേപ്പ് അല്ല കേട്ടോ, നമുക്ക് അറിയാമല്ലോ അല്ലേ. ഓറഞ്ച് മാതിരി ഭയങ്കര ചവർപ്പുള്ള സാധനമില്ല. ഇതിന് പറയും കട്ട് ചെയ്താലും ഉള്ളിൽ ചോപ്പാണല്ലോ. എന്താ പറയുക, അതറിയണ്ടേ, അവിടേക്ക് എത്തണുള്ളൂ. ഇതാദ്യം ഒന്ന് കണ്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്തണ്ടേ. കഴിക്കാൻ പാടില്ലാത്തത് ഇതൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. 2 ലിസ്റ്റ് കഴിക്കാൻ പറ്റണം, പാടില്ലാത്ത ഒന്നുള്ളൂ. ഇതൊക്കെ കഴിക്കാം. ഇതിനകത്ത് ഇപ്പൊ എന്തോ ഒരു സാധനം, ബീഫ്, മട്ടൺ, അതൊക്കെ പറ്റും. കാള, കാട്ടുപോത്തിന് എഴുതി വെച്ചാൽ പറഞ്ഞിട്ട് ചെന്നാൽ മതി. ഒട്ടകം, ചിക്കൻ, ആരും ഉണ്ടാക്കി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ചിക്കൻ കഴിക്കണം, നാടൻ കഴിക്കാം. മറ്റേ ബ്രോയിലർ ചിക്കൻ കഴിക്കുന്നതിൽ അത്ര ബെനിഫിറ്റ് ഒന്നുമില്ല. അതിനകത്ത് ഫാറ്റ് തീരെ ഇല്ലാത്തതാണ്. പക്ഷെ നിങ്ങളെ കാര്യമായിട്ടുള്ള ഭക്ഷണം അതായിരിക്കില്ലേ. പരമാവധി കുറയ്ക്കുക. മട്ടണും ബീഫും ഒക്കെ കഴിക്കാൻ പറ്റുമെങ്കിൽ ഒന്നില്ലെങ്കിൽ മുട്ടയെങ്കിലും കഴിക്കാം. ഒരു പാടൊന്നും വേണ്ടിയല്ല, എപ്പോഴെങ്കിലും കഴിച്ചാൽ മതി അത്. പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാം. മുട്ട ഏത് വേണമെങ്കിലും കഴിക്കാം, മീനും ഏത് വേണമെങ്കിലും കഴിക്കാം. കൂടുതൽ എണ്ണ ഉള്ളതാണെങ്കിൽ അത്രയല്ല, മത്തി അതിങ്ങനെ സാധനങ്ങളൊക്കെ കൂടുതലാണല്ലോ. പിന്നെ പാലുൽപ്പന്നങ്ങളിൽ ബട്ടർ, ചീസ് ഇങ്ങനത്തെ ഒക്കെ കഴിക്കും. തൈരും മോരൊക്കെ, അതായത് കൊഴുപ്പ് കളയാത്ത പാലായിരിക്കണം മാത്രം. പിന്നെ പനീർ പറഞ്ഞല്ലേ, കോട്ടേജ് ചീസ്, വെണ്ണ, ചീസ്, നെയ്യ്. എണ്ണകൾ ശുദ്ധമായ വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ, 2 സാധനം പറ്റുള്ളൂ, വേറെ എണ്ണയും പറ്റില്ല. പാടില്ലാത്ത സാധനങ്ങൾ ഇത്രയുള്ളൂ, ചെറിയ ലിസ്റ്റ്, ഇത്ര അധികമൊന്നുമില്ല. അരി, ധാന്യങ്ങൾ ഇതിലെല്ലാം കൊടുക്കും. ഗോതമ്പ്, മൈദ, റവ, ഓട്സ്, കോൺഫ്ലേക്സ്, നൂഡിൽസ്, പാസ്ത, ബേക്കറി, റോസ്റ്റഡ് ചിക്കൻ, റോസ്റ്റഡ് ബീഫ്. റോസ്റ്റഡ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അതിനകത്ത് അത് പൊരിക്കാനുള്ള ഉപയോഗിക്കുന്ന എണ്ണയാണ്. ബീഫിന്റെ കുഴപ്പമില്ല. അത് ഈ എന്തിനു പറയാ, ഇവിടെയൊക്കെ മാർഗറിൻ എന്ന് പറഞ്ഞ സാധനത്തിലെ സാധനം റോസ്റ്റ് ഉണ്ടാക്കും. നാട്ടിലാണെങ്കിൽ ഡാൽഡ അല്ലെങ്കിൽ പാം ഓയിലുണ്ട്. അപ്പോൾ ആ എണ്ണയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്. എന്തായാലും അങ്ങനത്തെ ഡീപ് ഫ്രൈങ്ങിന് ഉപയോഗിക്കുന്ന എണ്ണകളൊക്കെ നമുക്ക് അബോർഡറാണ്. വെളിച്ചെണ്ണയിൽ പൊരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അത്രയും തിന്നും. ബിരിയാണി അങ്ങനത്തെ ഒന്നും പറ്റില്ല. ബിരിയാണിൻ്റെ മസാല എടുക്കുന്നോളി, കുഴപ്പമില്ല, ചോറുണ്ടോ വയ്ക്കാം. പിന്നെ പഞ്ചസാര, ശർക്കര, പിന്നെ അതൊക്കെ തന്നെ. മധുരപാനീയങ്ങൾ, പയറുവർഗത്തിൽ പെട്ടെന്ന് പറ്റില്ല. ചെറുപയർ, വൻപയറൊക്കെ ഒഴിവാക്കണം. കടല, പയർ, ഉഴുന്നൊക്കെ ഒഴിവാക്കണം. പിന്നെ അതൊക്കെ ഗ്ലൂക്കോസ് കൂടുതലാണ്. പിന്നെ വെജിറ്റബിൾസിൽ പാടില്ലാത്ത ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്, ബീൻസ്, പയർ, പച്ചക്കായ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്. പിന്നെ ഫ്രൂട്ട്സ്, ഈത്തപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും പറ്റില്ല. തേൻ പറ്റില്ല. പഴുത്താൽ മധുരമുള്ള എല്ലാ ഫ്രൂട്ട്സും പച്ചക്കും തിന്നരുത്. അപ്പോൾ പച്ചച്ചക്ക പറ്റില്ല എന്ന് ചോദ്യം ഞാൻ ചോദിക്കണ്ട. ചക്ക, മാങ്ങ, വാഴപ്പഴം, പൈനാപ്പിൾ, ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കാം. കഴിക്കാൻ പറ്റുന്ന പഴങ്ങൾ ആദ്യം പറഞ്ഞ അവക്കാഡോ, സ്ട്രോബെറി, ഗ്രേപ്പ് ഫ്രൂട്ട്, ഇങ്ങനത്തെ മധുരമില്ലാത്ത പഴങ്ങൾ. ഇങ്ങനെയാണ് LCHF ഡയറ്റ്. ഇത് പുതിയ സംഭവമല്ല, നമ്മളെ 1917 ഡയറ്റ് ഇങ്ങനെയാണ്. പ്രമേയം ചികിത്സിച്ചിന് ഇങ്ങനെയാന്ന് പറഞ്ഞത്. അതിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റും. ബട്ടർ, ഒലിവ് ഓയിൽ, ചീസ്, മീറ്റ്, ഫിഷ്, എഗ്സ്. 1917 100 കൊല്ലം മുമ്പത്തെ ഡയറ്റ് കീഴിൽ എക്സാക്ട്ലി ഇപ്പോൾ ഈ പറയുന്ന സാധനങ്ങളാണ്. അന്നും കഴിക്കാൻ പാടില്ലാത്ത പറഞ്ഞ സാധനങ്ങൾ ഇതൊക്കെയാണ്. ഷുഗർ, സ്റ്റാർച്ച്, പൈസ്, പുഡിങ്സ്, ഫ്ലോറിൻ്റെ ധാന്യപ്പൊടികൾ, ബ്രെഡ്, ബിസ്ക്കറ്റ്, റൈസ്, സാഗ്, സാബുനരി എന്ന സാധനം, അരോറൂട്ട്, ബാർലി, ഗോപ്പൊടി വെക്കാൻ പറ്റുമെന്നൊരു 15 ആൾ വെച്ചിട്ടുണ്ടാവും. ബാർലി, ഓട്സ്, അതേമാതിരി കുറച്ച് ബീറ്റ്റൂട്ട്, വലിയ ഉള്ളി, ചെറിയ ഉള്ളി കുഴപ്പമില്ല, സവാള ഉള്ളി കഴിഞ്ഞിടത്തോളം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും പറ്റില്ല, ഹണി പറ്റില്ല, സ്വീറ്റ് വൈന്, ലിക്കർ, കോർഡിയൽസ്, സിറപ്സ്, ബിയർ,
അതിപ്പോ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെ തന്നെ 100 കൊല്ലം മുമ്പേ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാറിയത് ഈ പറഞ്ഞില്ലേ മരുന്ന് കമ്പനികൾ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തപ്പോഴാണ്. അവരിങ്ങനെയാ പറയുന്നത്. മരുന്ന് കമ്പനി പറയുന്നത് എന്താ വെച്ചാൽ ഫ്രൂട്ട്, റൈസ്, പാസ്ത, പൊട്ടാറ്റോ, ബ്രെഡ് ഇതൊക്കെ കഴിക്കണം എന്ന് അവർ പറയുന്നത്. എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഷുഗർ വർദ്ധിപ്പിക്കുന്നത് അതൊക്കെ കഴിക്കണം. നമ്മളെല്ലാം ഇൻസുലിനും മരുന്നിനൊക്കെ ചിലവുണ്ടാവും. ഓലൊക്കെ നോക്കിയിട്ട് അപ്പം എന്താണ് അപ്പം ലോ കാർബ് ഡയറ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, ഇടവിട്ട ഉപവാസം, ഇടയ്ക്കിടയ്ക്ക് ഒഴിവാക്കുക, ഭക്ഷണം ഒഴിവാക്കുക, ഒരു ദിവസമൊക്കെ ഫുള്ള് വെള്ളം കുടിച്ചു പോവുക. ഇനി ഇത് അന്ന് തന്നെ പറഞ്ഞ ഈ കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ ജേണലിൽ അന്നത്തെ ഒരു ഡയബറ്റോളജിസ്റ്റ് എലിയട്ട് പി ജോസഫ്, ഇതൊക്കെ മെഡിക്കൽ സയൻസിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നതാണ്. അയാൾ പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് രോഗം സുഖപ്പെടുത്താൻ പറ്റും തന്നെയാണ്. ഇത് ജലാദി റൂമിന്റെ ഇതാണ്. കുറച്ച് എന്തായാലും വൈദ്യശാസ്ത്രത്തിന്റെ ഒന്നാമത്തെ തത്വം ഉപവാസമാണ്. ഉപവസിക്കുക, നിങ്ങളുടെ ആത്മാവിന്റെ ശക്തി നിങ്ങൾ ബോധ്യപ്പെടും. നമ്മൾ നോമ്പിനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നത് ഇത് ഏകദേശം 6000 കൊല്ലം മുമ്പ് ഈജിപ്തിലെ പിരമിഡിൽ എഴുതി വെച്ചാണ്. നമ്മൾ കഴിക്കുന്ന മൊത്തം ഭക്ഷണത്തിന്റെ 4/1 നമുക്കും ബാക്കി 3 ഭാഗം ഡോക്ടറുടെ കാര്യത്തിനുള്ള ഡോക്ടർക്ക് കൊണ്ട് പോരാ, നമുക്കല്ല. കഴിക്കണതിന്റെ 4/1 മതി നമുക്ക് ജീവിക്കാൻ. ബാക്കിയില്ല 3/4 ഭാഗം ഉപകാരപ്പെടുന്ന ഡോക്ടർമാർക്കാണ്. രോഗങ്ങൾ ഉണ്ടാക്കുന്ന ആൽബർട്ട് മാർട്ടേന്റെ ഇതാണ്. കുറച്ചു നേരം പട്ടിണി നടന്നാൽ ഏത് ഡോക്ടർക്കാണെങ്കിൽ മരുന്നിനേക്കാണെങ്കിൽ അത് രോഗിക്ക് ഉപകാരപ്പെടും. ഇതൊക്കെ പറയുന്നത് ഉപവാസം കൊണ്ട് ഒരുവിധ രോഗങ്ങളൊക്കെ ഇല്ലാതായിരിക്കും. അപ്പൊ ഈ ഇതിനകത്ത് പറഞ്ഞ ഈ രംഗത്തുള്ള ഡോക്ടർമാരാണ് ഞാൻ പറഞ്ഞ ജെയ്സൺ പങ്, സിമലോത്ര, സ്റ്റീഫൻ, പിന്നെ ഗാരി ടോപ്സ്. ടോപ്സ് ഒരു സയൻസ് റൈറ്ററാണ്. ബാക്കിയൊക്കെ ഡോക്ടർമാരാണ്. എനിക്ക് ഡയബറ്റിസ്റ്റാണ്. LCHF പറഞ്ഞ പേര് ആദ്യമായിട്ട് ലോകത്ത്. അതിന്റെ മുമ്പ് ബാൻഡിങ്, ആറ്റ്കിൻസ്, മറ്റേ പല പേരിലും പല രീതിയിലൊക്കെ ഡയറ്റുണ്ട്. എക്സാക്ട് ഇപ്പൊ നമ്മളീ പറയുന്ന സാധനം ഈ പെണ്ണുങ്ങളെ കണ്ടുപിടിച്ചു. അതിന് മുമ്പേ ഒരു സൈറ്റ് ഉണ്ട്. അതൊക്കെ സ്വീഡനിലെ ആൾക്കാരാണ്. ആൻഡ്രീസ് ഇൻഫിൽട്രേഡ് ഡയറ്റ് ഡോക്ടർ എന്നൊരു സൈറ്റ് ഉണ്ട്. എല്ലാവർക്കും അവൈലബിൾ ആണ്. ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും അതിനകത്ത്. റോബർട്ട് ലെസ്റ്റിക് എന്നൊരു പീഡിയാട്രിക് എൻട്രോക്രൈനോളജിസ്റ്റ് അമേരിക്കയിൽ അവിടെ പുസ്തകം എഴുതിയിട്ട് ഫാറ്റ് ചാൻസ്. അവിടെ ഒരു വീഡിയോ ഉണ്ട്, ഷുഗർ ദി ബിറ്റർ ട്രൂത്ത്. 80 ലക്ഷം ആൾക്കാരെ കണ്ടു. ഒന്ന് കണ്ടു നോക്കിയിട്ട് യൂട്യൂബിൽ 1 മണിക്കൂർ നല്ലൊരു വീഡിയോ. പിന്നെ സ്റ്റീഫൻ സിനാത്ര എന്നൊരു ദി ഗ്രേറ്റ് കൊളസ്ട്രോൾ മിത്ത്. കൊളസ്ട്രോൾ എന്നുള്ളത് ഒരു കുഴപ്പമില്ലാത്തതാണെന്ന് ആളുകൾ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന കൊളസ്ട്രോൾ അല്ല, വേറെ വിഷയമാണ്. അതൊക്കെ ആ നെറ്റിൽ കിട്ടുന്നതാണ്. ഓൺലൈൻ പുസ്തകം അത് വേർഷൻ അവൈലബിൾ ആണ്. ആർക്ക് വായിച്ചോക്കാം. ഒരുപാട് തെറ്റിദ്ധാരണ ഇന്നിപ്പോൾ ഡോക്ടർമാർ നമ്മളെ പറഞ്ഞു പറ്റിക്കണം പല കാര്യങ്ങളാണ്. ആ കൊളസ്ട്രോൾ കൂടി വെച്ചിട്ട് കുഴപ്പമില്ല, ഈ മറ്റേ സ്റ്റാറ്റിൻ മരുന്നൊന്നും കുടിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത്. അവിടെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. അതേമാതിരി ഡേറ്റ്ലൻഡിൽ 5000 മറ്റേ ബൈപ്പാസ് സർജറി നടത്തിയ ആളാണ്. മൂപ്പരെ രോഗികളിൽ 70% ആൾക്കാർക്ക് നോർമലിലും കുറഞ്ഞ അളവിലെ കൊളസ്ട്രോൾ ഉള്ളവരുന്നു. അതേപോലെ എന്ന് പറഞ്ഞൊരു നോർമലിൽ കൂടുതലില്ല, ഹൈ ലെവലിൽ കൊളസ്ട്രോളില്ല ആൾക്കാരിൽ 50% ആൾക്കാർക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവണമില്ല. എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്കും കൊളസ്ട്രോളും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് തന്നെയാണ്. അത് അയാൾ പറഞ്ഞ ആൾ ചില്ലറക്കാരനല്ല. 5000 സർജറി നടത്തിയ ആളാണ്. അമേരിക്കയിലെ നാഷണൽ സൈറ്റിലെ കാർഡിയോളജി തൊറാക്സിക് സർജനാണ്. അതേമാതിരി ഇയാളൊരു ബയോളജി പ്രൊഫസറാണ്, തോമസ് സീഫ്രഡ്. അയാൾ ക്യാൻസറിനെ പറ്റിയ പുസ്തകമില്ല, ക്യാൻസർ ആസ് എ മെറ്റബോളിക് ഡിസീസ്. അയാൾ പറയുന്നത് ഈ ലോ കാർബ് കീറ്റോ ഡയറ്റ് കൊണ്ട് ക്യാൻസറിന് സുഖപ്പെടുത്താൻ പറ്റും. തിമോത്തി നോക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പോർട്സ് സയന്റിസ്റ്റ് സൗത്ത് ആഫ്രിക്കയിലെ അയാൾ പീറ്റർ ബ്രൂക്ക്, ആസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന്റെ ഡോക്ടറാണ് അയാൾ. പീറ്റർ ആട്ടിയ അതേമാതിരി ജെയ്സൺ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അസീം മലോത്ര UK-യിലുള്ള ആളാണ്. ഇന്ത്യൻ ഒറിജിനാണ്, UK പൗരനാണ്. ഇയാളൊരു പ്രശസ്ത ഒരു വാചകമുണ്ട്, അതായത് സിഗരറ്റ് വലി, ആൽക്കഹോള്, ലാക്ക് ഓഫ് എക്സസൈസ്. ഈ 3 സംഗതികളാണ് സാധാരണ ഡോക്ടർമാർ ഹാർട്ട് അറ്റാക്കിനൊക്കെ കാരണമായിട്ട് പറയുന്നത്. ഇത് 3ഉം കൂടി കൂടിയാലുണ്ടാകുന്നതിനേക്കാണ് ഡാമേജ് ഉണ്ടാവും. ബാഡ് ഡയറ്റ് ഉണ്ട്, അതിന്റെ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലുണ്ട്. അങ്ങനെയൊക്കെയാണ് അതിനെ പറ്റിയുള്ളത്. അല്ലേ അയാൾ കൊളസ്ട്രോൾ കുറച്ചാലൊന്നും ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഒഴിവാക്കാൻ കഴിയില്ല. സ്റ്റാറ്റിൻ മരുന്നുകൊണ്ടൊരു കാര്യമുണ്ട്. അതൊക്കെ അയാളെ അനുഭവത്തിന് 5000 ഹാർട്ട് സർജറി നടത്തിയ ഒരാൾക്ക് പറയേണ്ട അധികാരമുണ്ട്. പഞ്ചസാര ഇൻസുലിനാണ് കുഴപ്പമുണ്ടാക്കുന്നത്. അതേമാതിരിയല്ല, ഇത് ഓവർ വെയിറ്റ് ആണ്. ഹാർട്ട് അറ്റാക്ക് 5.5 ലക്ഷം രോഗികളിൽ നടത്തിയ പഠനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കിന് കാരണമായിട്ട് പറയുന്നത് ഓവർ വെയിറ്റ് ആണ്. ഏറ്റവും കുറവ് പറയുന്നത് ഡയബറ്റീസ്. ഡയബറ്റീസ് കൊണ്ടല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന, മറിച്ച് ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ കൂടുന്നതാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്, അല്ലാതെ ഇൻസുലിൻ ഷുഗർ കൂടുന്നതല്ല. കാരണം നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുകയാണ് പ്രമേയം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. പ്രമേയം കൊണ്ടല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്.
ഇൻസുലിൻ കൂടുമ്പോഴാണ്. അങ്ങനെ പ്രമേഹത്തിന് വേണ്ടി നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കുമ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത വർദ്ധിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ അവസാനം ഇപ്പോൾ കൊളസ്ട്രോളിനെ പറ്റി അമേരിക്കൻ്റെ ഡയറ്ററി ഗൈഡിൽ തന്നെ മാറ്റം വരാൻ തുടങ്ങി. 2000 പറഞ്ഞതിൻ്റെ നേരെ 15 പറഞ്ഞു കൊളസ്ട്രോൾ വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ അന്നിക്കാൽ CLCHF ഈ സംഗതി ഈ പേരിൽ അവതരിപ്പിച്ചവളാണ്. സ്വീഡനിൽ ഇതിൻ്റെ പേരിൽ അവിടെ ബട്ടർ കണ്ടമാനം ഉപയോഗിക്കാൻ തുടങ്ങിയവർക്ക് ബട്ടറിൻ്റെ കൺസംഷൻ ഇരട്ടിയായപ്പോൾ ഒബീസിറ്റി കുറഞ്ഞിക്കുക. അവിടെ തടിയന്മാരൊക്കെ കുറഞ്ഞ എണ്ണം കുറയാൻ തുടങ്ങി. അതേമാതിരി ഹാർട്ട് അറ്റാക്കിൻ്റെ എണ്ണം കുറഞ്ഞു. ബട്ടർ ഉപയോഗം ഇരട്ടിയായപ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ എണ്ണം പകുതിയായിരിക്കും. ഇത്രേ ഉള്ളൂ. അത്യാവശ്യം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരെ പാടായി എനിക്ക് ചോദിച്ചോളൂ പറയാം. സംശയം ഒന്നുമില്ലെങ്കിൽ നമുക്ക് നിർത്തി ചെയ്യാം. സംശയ നിവാരണത്തിനുള്ള അവസരമാണ്. 10 മണിയായില്ലേ? സമയം വളരെ പരിമിതമായ അവസരം മാത്രം ഉപയോഗപ്പെടുത്തുക. ഒരു ഇങ്ങോട്ട് വരുന്നുണ്ടോ? അല്ലാതെ മൂപ്പറതാണ് പോകാൻ വേണ്ട. ഫാസ്റ്റിംഗ് വെള്ളം കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് ആണ്, വാട്ടർ ഫാസ്റ്റിംഗ്. റംസാന്റെ വെള്ളം കുടിക്കണ്ട, രാത്രി കുടിച്ചാൽ മതി. നോമ്പ് ഇറക്കാൻ എന്തിനാ വെള്ളം കുടിച്ചാൽ പോരെ? ഭക്ഷണം കുടിച്ചാൽ പോരെ? പറയണോ? ഒരു കുഴപ്പം. 3 ലിറ്റർ മതി, 3 ലിറ്റർ മതി, 1 ലിറ്റർ കുറക്കണം. അബീബ് സാറിനോട് ഒരു ചോദ്യം. ഒന്ന് സമയക്രമവും ആണ്, ഭക്ഷണത്തിന് സമയക്രമവും വല്ലതും പ്രത്യേകമുണ്ടോ? രണ്ടാമത്തത്, രാത്രി വൈകിയുള്ള ഭക്ഷണ രീതി ഉപദ്രവം ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു ചിന്ത. അതിനെ പറ്റി എന്താണ് അഭിപ്രായം? രാത്രി വൈകി കഴിച്ചുകൊണ്ട് കുഴപ്പമുണ്ടാകാന്നല്ല പറഞ്ഞു. അതാണ് ഒബീസിറ്റി ഉണ്ടാക്കണമെന്നില്ല ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒബീസിറ്റി ഉണ്ടാവുന്നില്ല, അല്ല, അതല്ല ശരി. പക്ഷെ രാത്രി വൈകി കഴിക്കുന്നത് നല്ലതല്ല, അല്ലാത്ത രീതിയിൽ കുഴപ്പമുണ്ടാക്കും. ഒബീസിറ്റിക്ക് കാരണം അതല്ല എന്ന് പറഞ്ഞു. കീറ്റോൺസ് ഫാറ്റ് മെറ്റാബോളിസത്തിനകത്ത് ഗ്ലിസറോൾ വരുന്നുണ്ട്, കീറ്റോൺസ് വരുന്നുണ്ട്. ഇതൊക്കെ ബോഡിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഫ്യൂവലാണ്. അതിപ്പോൾ നമ്മൾ നോമ്പ് പറ്റാല് രാവിലെ 5 മണിയോടുകൂടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല, ഒരു 10 മണിയാകുമ്പോഴോട് ഗ്ലൂക്കോസിന്റെ കംപ്ലീറ്റ് പോകുകയാണ്. പിന്നെ ഈ ഗ്ലൈക്കോജൻ ഉപയോഗിക്കാം. അതൊരു 12 മണി 2 മണിയാകുമ്പോഴോട് ഗ്ലൈക്കോജൻ ചെയ്യും. പിന്നെ നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ കിട്ടുന്ന ഫ്യൂവൽ കീറ്റോൺസ് ആണ്. അത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതോട് വൈകുന്നേരം 4 മണിയൊക്കെ ആകുന്നത് 5 മണിയൊക്കെ ആകുന്നത് ബ്രെയിനൊക്കെ നല്ല ഷാർപ്പായി കിട്ടും. ഏറ്റവും നല്ല ക്ലീൻ ഫ്യൂവലാണ് കീറ്റോൺ. ഗ്ലൂക്കോസിനൊക്കെയാണ് നല്ലത്. ഗ്ലൂക്കോസിൽ എന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഫോഗിങ് വരും. നമ്മൾ ഉച്ചക്ക് നന്നായിട്ട് ചോറ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തോന്നുന്ന സംഗതി പായി തോന്നും, അല്ലേ? ആ സമയത്ത് ഉച്ചക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ബീഫോ കഴിച്ചു ഒരു പ്രശ്നം ഉണ്ടല്ലോ. നമ്മൾ ആ ചെയ്യുന്ന ജോലി ഒന്നും കൂടി ഉഷാറായിട്ട് ചെയ്യാൻ പറ്റും. കീറ്റോസിഡോസിസ് എന്ന വേറെ സംഗതിയാണ്. അതായത് ഇൻസുലിൻ തീരെ ബ്ലഡിലില്ലാത്ത അവസ്ഥ, 0 ആയിട്ട് കൈപ്പോൾ മിനിമം ലെവലിൽ എന്തായാലും ഇൻസുലിൻ ഉണ്ടാവും. കീറ്റോസിസിൽ 2-3 മൈക്രോയൂണിറ്റ് ഉണ്ടാവും. ആ സമയത്ത് ടൈപ്പ് 1 ഡയബറ്റീസിനകത്ത് 0 ആയിരിക്കും ആൾമോസ്റ്റ്. ഈ അവസ്ഥയിൽ കീറ്റോണിക് ലിമിറ്റില്ലാതെ പോകും. 20 മൈക്രോയൂണിറ്റിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ അസിഡിറ്റിക്ക് മാറ്റം വരും, ബ്ലഡിന്റെ pH വാല്യൂ മാറും. ആ സമയത്ത് അപകടം. അതിനാണ് ഡയബറ്റിക് കീറ്റോസിഡോസിസ്. ഉദാഹരണമായിട്ട് നമ്മളൊരു വീട്ടിലൊരു ഫയർ പ്ലേസ് ഉണ്ട്, തണുപ്പ് ചൂട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അടുപ്പ് കൂട്ടി വെച്ചു. ആ തീയോട് കുഴപ്പമില്ല, അവർക്ക് മൊത്തം തീ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് കീറ്റോസിസും ഡയബറ്റിക് കീറ്റോസിഡോസിസ് തമ്മിലുള്ള വ്യത്യാസം. 8ന്റെ താഴെ മൈക്രോയൂണിറ്റ് വരുന്നതാണ് കീറ്റോസിസ്, മറ്റേത് 20ന്റെ മുകളിൽ. നോർമൽ പേഴ്സൺ ആകുമ്പോൾ നോർമൽ ഡയബറ്റിക് പേഷ്യന്റ് അല്ല, നോർമൽ പേഴ്സൺ. നോർമൽ ആൾക്കാർക്ക് ഒരിക്കലും ഇൻസുലിൻ 2ന്റെ താഴെ പോകില്ല. നെവർ. എങ്ങനെ ഞാൻ എന്തും കഴിക്കും.
കാർബോഹൈഡ്രേറ്റ് അല്ലാത്തതെല്ലാം കഴിക്കും. രാവിലെ ഇപ്പോൾ സാധാരണ രീതിയിൽ ബട്ടർ കോഫിയാണ് കുടിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ബദാമോ ആയിക്കോട്ടെ കഴിക്കും. ഉച്ചക്ക് എന്താ വീട്ടിൽ ബീഫ് ഉണ്ടെങ്കിൽ ബീഫ് തിന്നും, മട്ടൺ ഉണ്ടെങ്കിൽ മട്ടൺ, മീൻ ഉണ്ടെങ്കിൽ മീൻ തിന്നും, അങ്ങനെയൊക്കെ ഒന്നും തിന്നില്ല. തിന്നില്ലായിട്ടൊരു കുഴപ്പമില്ല, വിഷമൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾ ചെറിയൊരു ഫീഡ്ബാക്ക്. ആയിക്കോട്ടെ. ഞാന് ഭാഗ്യവശാല് നമ്മുടെ ഒരു സ്വിമ്മിംഗ് ഗ്രൂപ്പില് ക്രോസ് പോസ്റ്റ് ചെയ്ത പോസ്റ്റ് കണ്ടു. LCHF ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ഡയബറ്റീസ് ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെ അതിൽ കയറി നോക്കിയപ്പോൾ അത് ഹബീബ് സാറ് ലീഡ് ചെയ്യുന്ന കണ്ടു, പിന്നെ ബഫ സാറ് കുറച്ചുപേരെ കണ്ടു. അപ്പൊ എന്റെ കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് 49 വയസ്സായി, തലശ്ശേരിയാണ് സ്വദേശം, ഇവിടെ ഉപയോഗ ജോലിയാണ്. എന്റെ കേസ് എന്താ വെച്ചാല് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഷുഗർ കൂടുതലാണ്, പിന്നെ എന്റെ ഫാറ്റി ലിവർ കൂടുതലാണ്, കൊളസ്ട്രോൾ ഉണ്ട്, അത്യാവശ്യം BP ഉണ്ട്. അപ്പൊ നമ്മൾ പൊതുവെ നിരീക്ഷിക്കുന്ന ഒരു അടിസ്ഥാനത്തിൽ നാട്ടില് ഇഷ്ടംപോലെ ഡയബറ്റിക് പേഷ്യൻസും അവർ സ്ട്രോക്ക് ആവുന്നു, പിന്നെ കിഡ്നി പേഷ്യൻ്റ് ആവുന്നു, അറ്റാക്ക് വരുന്നു, പല ഘട്ടങ്ങളിൽ പോകുന്നു. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു ഘട്ടത്തിലേക്ക് മാറിപ്പോലോ എന്ന് പഠിച്ചു. അൽഹംദുലില്ലാഹ് ഈ ഡയറ്റ് കിട്ടിയപ്പോൾ ജനുവരി 1 മുതൽ ഇത് ഫോളോ ചെയ്തു. 2 ആഴ്ച പോയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫാറ്റി ലിവറും കൊളസ്ട്രോളും ഷുഗറും കുറഞ്ഞു. അപ്പൊ അൽഹംദുലില്ലാഹ് അവിടെ മുതൽ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് റിലീജിയസ് ആയിട്ട് ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്തു. 2 മാസം കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിലും നന്നായിട്ട് കുറഞ്ഞു. എൻ്റെ വേസ്റ്റ് 34 പാൻറ്റിന്റെ അളവ് 32ആയി, വെയിറ്റ് 67 ഇപ്പൊ 60ആയി. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ശരിക്ക് എല്ലാ കാര്യങ്ങളും അണ്ടർ കൺട്രോൾ കുറഞ്ഞു. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ഞാനിവിടെ മാറി വന്നപ്പോൾ, നാട്ടിൽ 1.5 മാസം പ്രാക്ടീസ് ചെയ്ത് ഇവിടെ വന്നിട്ട് 3 മാസം നിന്നപ്പോൾ ഇവിടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു തലവേദനയേ അല്ല. അതായത് നമ്മൾ കുറച്ച് ഇറച്ചി വാങ്ങിച്ച് ഡ്രൈ ആയിട്ട് മസാലയൊക്കെ ഫ്രൈ ചെയ്ത് ഫ്രീസറിൽ വെക്കാം. രാവിലെ എണീക്കാൻ ബട്ടർ കോഫി നട്ട്സ് കഴിക്കാം ഫജ്ർ കഴിഞ്ഞാൽ. പിന്നെ 2 മുട്ട പുഴുങ്ങിയും കഴിച്ച് ഓഫീസിൽ പോയി, ഓഫീസിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് അതായത് കഴിക്കാം. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് തിരിച്ചു വന്നാൽ ഒരു മീൻ പൊരിച്ച്, മീൻ ഫ്രിഡ്ജിൽ മസാല വെച്ച് വെച്ചിട്ട് മീൻ ഫ്രൈ ചെയ്ത് കഴിക്കാം. ഇഷ്ടംപോലെ കസ്, ജർജീർ, കുക്കുംബർ, അങ്ങനെയുള്ള കാബേജ് ഇതിന്റെ കട്ട് ചെയ്ത് കഴിക്കാം. നല്ലോണം കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും പിന്നെ ബദാം നട്ട്സ് കഴിക്കാം. ഈ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഭക്ഷണം ഒരു തലവേദനയില്ല. പിന്നെ അതിന്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് നോക്കാൻ ഒരു 11 മണിക്കൊക്കെ കിട്ടുന്ന ഒരു ഉഷാറില്ലേ, ആ ഉഷാർ നിങ്ങൾക്ക് രാവിലെ മുതൽ രാത്രി വരെ ഒരേപോലെ ഉണ്ടാവും. ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യും, ഉറക്കം, ക്ഷീണം അങ്ങനത്തെ ഒന്നും വരില്ല. അപ്പൊ ഇത് കൺട്രോളിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതുവഴി അങ്ങനത്തെ നമ്മുടെ ബോഡിയുടെ ഇന്റേണൽ മെറ്റാബോളിസം നല്ല ട്രാക്കിലായിട്ട് അനുഭവിച്ച ഒരാളാണ്. എന്റെ മൊബൈൽ നമ്പർ പറഞ്ഞുതരാം, വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. 95509002. അഷ്റഫ് എന്നാണ് പേര്. പിന്നെ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ സാറിന്റെ സൈഡിൽ അഡ്വൈസ് ഉണ്ടാവും. 95509002. 95509002. ഇത് നോട്ട് ചെയ്തോളൂ. സാറിന്റെ ഗ്രൂപ്പിൽ കയറണം. 5000 ആൾക്കാരുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് അഡ്വൈസസ് കിട്ടും. ഹലോ, കൂടുതൽ ചോദ്യങ്ങൾക്ക് കൂടുതൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് സമയങ്ങളുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സാറിന്റെ നിയന്ത്രണത്തിൽ ഒരു ടെലിഗ്രാം എക്സ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ജോയിൻ ചെയ്ത എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ പറ്റും. സ്വന്തം ഫോണിൽ ടെലിഗ്രാം എക്സ് ഡൗൺലോഡ് ചെയ്താൽ നമ്പർ തന്നാൽ മതി, നമുക്ക് ആർക്കും ആഡ് ചെയ്യാൻ പറ്റും. സാറിന്റെ ആ ഗ്രൂപ്പിൽ 5000-ഓളം ആളുകളുണ്ട്. നമുക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. പ്രധാനപ്പെട്ട നമ്മുടെ സഫ ടീം അംഗങ്ങളാണ് പോകരുത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഹബീബ് റഹ്മാൻ സാറിന് ICFന്റെ വക ഒരു മെമ്മന്റോ കണ്ട് ആദരിക്കുകയും ബഹുമാനപ്പെട്ട മലബാർ ഗോൾഡിന്റെ കുവൈറ്റ് തല മാനേജർ അദ്ദേഹത്തിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഫവ ടീം അംഗങ്ങളൊക്കെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യേണ്ടതാണ്. അവസാനം ഒരുപാട് ഈ നമ്മുടെ ഡയറ്റ് ഫോളോവേഴ്സിന്റെ ഫീഡ്ബാക്ക് ഇവിടെ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. സമയമില്ലാത്തത് കൊണ്ടാണ്. സൗഖ്യത്തിന്റെ